മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയ 2024 ആരംഭിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ദൗത്യവുമില്ല, നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗവുമല്ല. എങ്കിലും പണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പേ, അതൊരു 10-35 വർഷം മുമ്പ് ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന സിസ്റ്റർ ജോവിറ്റ. അപ്പോൾ സിസ്റ്റർ ഒരു കഥ പറയുമായിരുന്നു. അതായത് നന്മയുടെ ഗുണഗണങ്ങൾ എന്താണ് എന്നറിയാൻ, അല്ലെങ്കിൽ കുട്ടികളായ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട്. അപ്പോൾ ആ കഥയിലേക്ക് പോകാനുള്ള സമയമില്ല, ഞാനത് പിന്നീട് അവസാനം പറഞ്ഞുകൊള്ളാം. നമ്മൾ ഇവിടെ ഒരു വലിയ ഇവൻ്റ് നടത്തുകയല്ല, വലിയ പ്രോഗ്രാം നടത്തുകയല്ല. നമ്മൾ പാലാ രൂപത എന്ന വലിയ കുടുംബത്തിലെ അംഗങ്ങളായ നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് കുറച്ച് നേരം ചെലവഴിക്കുന്നു, അതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫ്രീ ആകുക, പങ്കെടുക്കുകയോ കാണുകയല്ല, നമ്മൾ ഇതിൻ്റെ ഭാഗമായിരിക്കുകയാണ്. അപ്പോൾ റെഡിയല്ലേ? സൗണ്ട് വരുന്നില്ല, റെഡിയല്ലേ? അതെ, ഓക്കെ. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ once again we welcome to PDMA UAE chapter presenting Familia 2024. ഞാൻ അഭിന, ഞാൻ അനേന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാലാ ഡയോസിസ് മൈഗ്രൻ്റ് അപ്പോസിലേറ്റ് 2ാമത് വാർഷികാഘോഷവും കുടുംബ കൂട്ടായ്മയും ഇന്നിവിടെ നടക്കുന്നത്. അതിന് തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് വൈദിക ശ്രേഷ്ഠരും അതോടൊപ്പം നമ്മുടെ സഹോദര രൂപത കൂട്ടായ്മകളുടെ നേതൃസ്ഥാനീയരും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആഗതരായിട്ടുണ്ടെന്നത് ആ ഒരു സന്തോഷം ഇരട്ടിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഏകദേശം 1 വർഷമായി അല്ലേ? അപ്പോൾ യുവയുടെ പല ഭാഗത്തു നിന്നും നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടുന്നത് പാലാരൂപതക്കാരെന്ന നിലയിൽ സഭയോടുള്ള നമ്മുടെ സ്നേഹത്തെയും കരുതലിനെയും ഒരുമയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെ നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയണ്ടേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടികളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാ ഗാനത്തിനായി എഴുന്നേറ്റ് നിൽക്കാം. ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, വിശ്വേകദീപമാം യേശുവിൽ നിന്നുള്ള വിശ്വാസനാളങ്ങൾ നമ്മളെല്ലാം, നാഥൻ്റെ ദീപങ്ങൾ നമ്മളെല്ലാം, ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ, മാമോദീസയിൽ ദാനമായി വാങ്ങിയ കനലിനെ ഊതി ഉണർത്തുക നാം. മാമോദീസയിൽ ദാനമായി വാങ്ങിയ കനലിനെ ഊതി ഉണർത്തുക നാം. നാഥൻ്റെ സാക്ഷികൾ നാം ഒന്നു ചേരുകിൽ തിന്മയാം കൂരിരുൾ മാഞ്ഞു പോകും. ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ ഒരു അവധി ദിവസത്തിൽ ഇത്രയും രാവിലെ ഇത്ര അധികം ആൾക്കാരെ ഇവിടെ ഒരുമിച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹാർഡ് വർക്ക് തന്നെ വേണം അല്ലേ? അപ്പോൾ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും പോകുന്നത് PDMA കമ്മിറ്റിക്കും അതിനെ നയിക്കുന്ന സാജു ജോസഫ് അങ്കിളിനുമാണ്. അപ്പോൾ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നതോടൊപ്പം സാജു അങ്കിളിനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പാലാരൂപതയുടെ പ്രോട്ടോ സിഞ്ചലസ് ബഹുമാനപ്പെട്ട തടത്തിലച്ച, PDMAയുടെ അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർ ആയിരിക്കുന്ന നെല്ലിക്കലച്ച, നമുക്കിന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും ഒപ്പം താമരശ്ശേരി അതിരൂപതയുടെയും
പ്രവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ നമ്മളെ വരാമെന്ന് കേട്ടിട്ടുണ്ട്. അവർ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം PDMA സ്നേഹിക്കുന്ന പാലാരൂപതക്കാരായ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ ഇന്നത്തെ കടമ. 90കളിൽ ലോക കത്തോലിക്ക സഭയിൽ ദൈവവിളികളുടെ രൂപത എന്നൊരു രൂപത അറിയപ്പെട്ടിരുന്നു. അറിയാമോ ഏത് രൂപതയാന്ന്? പാല. ഉറക്കെ പറയാമോ? പാല. അതെ സ്നേഹമുള്ളവരെ, ആ പാലായുടെ ഭാഗമാണ് നമ്മളെന്ന് അഭിമാനത്തോടെയാണ് നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത്, അല്ലേ? ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും, എത്യോപ്യയിലാട്ടെ ഉഗാണ്ടയിലാട്ടെ, ഏത് രാജ്യത്ത് ചെന്നാലും ഒരച്ഛനോ ഒരു സിസ്റ്ററോ നമ്മുടെ പാലാരൂപതക്കാരില്ലാത്ത ഒരിടവും കാണില്ല. എവിടെ ചെന്നാലും കാണുവരാണ്. നമുക്കതിന് ദൈവത്തിന് നന്ദി പറയാം. മണ്ണിനോട് പടവെട്ടി റബ്ബറും കപ്പയും ഒക്കെ വെച്ച് പിടിപ്പിച്ച് കുടുംബത്തെ നയിച്ചുകൊണ്ട് പോയ നമ്മുടെ കാരണവന്മാർ, നമ്മുടെ പിതാമഹന്മാർ നമുക്ക് നൽകിയ ഒരു മന്ത്രമുണ്ട്. നമുക്ക് പറഞ്ഞതൊരു മന്ത്രമുണ്ട്. മക്കളെ, എന്ത് ചെയ്താലും ദൈവത്തെ വിട്ട് ഒരു കളിയും കളിക്കരുത്. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയ ആ ഒരു ഊർജത്തിലാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അലക്കുകാരനെ കൊണ്ട് അലക്കിച്ച് വെള്ളമുണ്ടും കവണിയുമൊക്കെ സൂക്ഷിച്ചിരുന്ന ആ തലമുറ നമുക്ക് നൽകിയ ഒരു പാഠമുണ്ട്. പള്ളിമണി അടിച്ചാൽ നമ്മൾ സന്ധ്യാപ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുകുത്തണം. ആ തലമുറ നമുക്ക് പകർന്നു നൽകിയ ആ ഒരു മാതൃകയാണ് സ്നേഹമുള്ളവരെ ഇന്ന് പാലാരൂപതയുടെ പേരിൽ നമ്മൾ ഇന്നിവിടെ ഒന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത്. പാലാരൂപതയെ സ്നേഹിക്കാനും രൂപതയുടെ മക്കളെന്ന രീതിയിൽ അഭിമാനിക്കുവാനും നമുക്കിവിടെ സാധിക്കുന്നുണ്ടെങ്കിൽ ആ തലമുറ നമുക്ക് പകർന്നു നൽകിയ ആ സ്നേഹം അല്ലെങ്കിൽ മാതൃകയാണ്. ഇന്ന് നമ്മൾ ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലാവാം, സാമ്പത്തിക മേഖലയിലാകാം, ഒരുപക്ഷെ ഒരുപടി ഉയർന്നിട്ടുണ്ടാവും. എങ്കിൽ പോലും ആ തലമുറ അന്ന് നമുക്ക് കൊളുത്തിവിട്ട ആ ദൈവമാണ് ഇന്നും നമ്മളെ നയിക്കുന്നത്. എന്നും സഭയോടും സഭാപിതാക്കന്മാരോടും സഭാ സംവിധാനങ്ങളോടും ചേർന്ന് നിന്ന ഒരു ആയിരുന്നു നമ്മുടെ ഇടവക, നമ്മുടെ രൂപത എന്നുള്ളത് നമുക്ക് പ്രത്യേകം അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ നമ്മുടെ രൂപത, നമ്മുടെ സഭാ സംവിധാനത്തോടുള്ള നമ്മുടെ ആ സ്നേഹവും കൂറുമാണ് സഭയോട് മറുതലിക്കാത്ത, ഗുണ്ടാടന്മാരില്ലാത്ത ഒരു രൂപതയായിട്ട് നമ്മുടെ രൂപതയെ ഇന്നും നയിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ രൂപതയുടെ അടിവിറച്ച ദൈവവിശ്വാസത്തിൻ്റെയും ദൈവ ആശ്രയത്തിനും ദൈവം നൽകിയ ഒരു കയ്യൊപ്പാണ് വിശുദ്ധ അൽഫോൻസാമയും കുഞ്ഞച്ചനെയും ഒക്കെ അൽത്താര വണക്കത്തിലായിട്ട് ഉയർത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുക. പ്രവാസികളെയും പ്രവാസി മക്കളെയും എന്നും ചേർത്ത് നിർത്തണം, സഭയോടും രൂപതയോടും ചേർന്ന് നിർത്തണമെന്ന നമ്മുടെ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ആ സ്വപ്നമാണ് പ്രവാസി അപ്പസ്തലേറ്റ് എന്ന നിലയിൽ നമ്മൾ ഇങ്ങനെയൊരു സംഘടന രൂപീകരിക്കുവാനും മക്കളെ ചേർത്ത് നിർത്തുവാനും ഒക്കെയുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഇത് വളരാൻ കാരണമായി. ഇന്നും നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന, നിലപാടുകളുടെ പേരിൽ ഒരു വഴുവഴുപ്പമില്ലാത്ത ഒരു രൂപത അധ്യക്ഷനാണ് നമുക്കുള്ളതെന്നതിൽ നമുക്ക് ഒത്തിരി അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. PDMA നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ 2ാമത്തെ വാർഷികമാണ് നിങ്ങളുടെ ആഘോഷിക്കുന്നത്, അല്ലേ? ഈ PDMA സംബന്ധിച്ചോടെ നമുക്കൊരു ഫണ്ട് പിരിവോ ഫണ്ട് കളക്ഷനോ ഫണ്ട് ശേഖരിക്കലൊന്നുമില്ല. നമുക്ക് അറിയാം PDMAയുടെ ഇന്നത്തെ അക്കൗണ്ടിൽ ഒരു 100 ദിർഹംസ് പോലുമില്ല. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇവൻറ്റുകൾ നടത്തിയാൽ പരസ്പരം ഷെയർ ചെയ്തത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്കറിയാം കഴിഞ്ഞ വർഷം PDMA നമ്മൾ 2023 ഇവിടെ PDMAയുടെ ആനുവൽ കഴിഞ്ഞിട്ട് പോയിട്ട് നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ച് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞങ്ങൾ ഇട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറവുണ്ടായിരുന്ന സംഖ്യ നമുക്ക് ഇട്ട് തന്ന അനേകർ ഇന്നിപ്പോൾ ഈ സമൂഹത്തിലിരിക്കുന്നത്. അതാണ് പാലാരൂപതയുടെ ആ സ്നേഹം, ഐക്യം എന്ന് പറയുന്നത്. ദീർഘവീക്ഷണത്തോടു കൂടിയ നിലപാടുകളുമായിട്ട്
നമ്മളെ നയിക്കുന്ന ആ രൂപതയോട് ചേർന്ന് നിൽക്കാനും പരസ്പരം അറിയാനും കണ്ടെത്തുവാനും സ്നേഹിക്കാനും ഒക്കെ ഉള്ള ഒരവസരം എന്നതിനപ്പുറം നമ്മുടെ മക്കളെ ഒരുപക്ഷേ രൂപതയുടെ വല്ലപ്പോഴും മാത്രമേ, നമ്മളിപ്പോൾ നാട്ടിൽ പോകുമ്പോൾ മാത്രമേ നമ്മൾ ഏതാ രൂപതയെന്ന് ഒരുപക്ഷെ കുട്ടികൾക്കറിയാവൂ. പക്ഷേ ആ രൂപതയോട് ചേർത്ത് നിർത്താനുള്ള പിതാവിൻ്റെ ആ സ്നേഹം അല്ലെങ്കിൽ പിതാവിൻ്റെ ആഗ്രഹമാണ് ഈ PDMA നമ്മളെ നയിച്ചത്. സ്നേഹമുള്ളവരെ, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളറിയാം PDMA നേതൃത്വത്തിൽ ടോപ്പ് ടാലൻറ്റ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്ന നിലയിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളിൽ ധാരാളം കുട്ടികൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പരസ്പരം അറിയാനും കണ്ടുമുട്ടാനും നമ്മളൊക്കെ എനിക്കറിയാം, നമ്മുടെ ഇടവകയിൽ പോലുമുള്ളവർ നമ്മൾ പാലാരൂപതക്കാരാണെന്ന് പരസ്പരം നമ്മളിങ്ങനെയൊരു സംഘടനാ സംവിധാനത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ രോഗ അവസ്ഥയിലായ നമ്മുടെ PDMA അംഗങ്ങളെ പോയി സന്ദർശിക്കാനും സഹായം ആവശ്യമുള്ളവർക്ക് എത്തിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. ഉള്ളവരെ, നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക്, ഈ ഒരു സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ് എൻ്റെ കടമ. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട തടത്തിലച്ഛൻ, നമുക്കറിയാം ഒരു രൂപതയുടെ വികാരി ജനറലായിരിക്കുക എന്ന് പറയുന്നത് ഒത്തിരി തിരക്കുള്ള ആളാണ്. നമുക്കറിയാം, നമുക്ക് വേണ്ടി അച്ഛൻ 2 മീറ്റിങ്ങുകൾ മാറ്റിവെച്ചാണ് നമുക്ക് വേണ്ടി ഈ സ്പേസ് ഉണ്ടാക്കിയത്. PDMA ഏത് കാര്യവുമായിട്ട് അച്ഛനെ സമീപിക്കുമ്പോഴും വളരെ സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് നിർത്തുന്ന, വളരെ ഒരു പിതാവിൻ്റെ സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് നിർത്തുകയും നമ്മളോട് സഹകരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട തടത്തിലച്ഛനെ നിങ്ങൾ ഓരോരുത്തരെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുക. സ്നേഹമുള്ളവരെ, അതുപോലെ ബഹുമാനപ്പെട്ട നെല്ലിക്കലച്ഛൻ, നമുക്കറിയാം കൊല്ലം പറമ്പിൽ പിതാവിൻ്റെ സെക്രട്ടറിയായിട്ട് ജോലി ചെയ്യുന്ന അച്ഛനാണ്. അനേകം തിരക്കുകളുടെ ഇടയിൽ നിന്നാണ് അച്ഛന് ഓടിപ്പിടിച്ച് നമുക്ക് വേണ്ടി വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടി അദ്ദേഹം സ്പേസ് ഉണ്ടാക്കിയാണ് വന്നിരിക്കുന്നത്. അച്ഛന് പ്രത്യേകമായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ പ്രധാന ജഡ്ജാണ് നെല്ലിക്കലച്ഛൻ. ഒരു കലാകാരനും ഒക്കെയാണ് അച്ഛൻ. അച്ഛനെ നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ സ്നേഹത്തോടെ ഇതിൽ സ്വാഗതം ചെയ്യുക. ഫിസിക്കലായിട്ട് ഇവിടെ പ്രസൻസ് ഇല്ലെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഒരാളുണ്ട്. ആരായിരിക്കുന്നറിയോ? അതെ, നമ്മുടെ വിളച്ചാലച്ഛൻ. നമുക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിൽ അച്ഛൻ കുറച്ച് സിക്കായിരുന്നുകൊണ്ട് അച്ഛന് വരാൻ സാധിച്ചില്ല. അച്ഛൻ പ്ലാൻ ചെയ്തിരുന്നാണ്, വിസ പോലെ നമ്മുടെ അടുത്താണ്, അച്ഛൻ വരാൻ സാധിച്ചില്ല. എന്തായാലും ഫിസിക്കലി പ്രസൻസ് ഇല്ലെങ്കിൽ ഇപ്പം എനിക്കറിയാം അച്ഛൻ്റെ മനസ്സിപ്പം ഇവിടെയാണ്. അച്ഛനെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യാം. സ്നേഹമുള്ള, അതുപോലെ മറ്റ് 2 പ്രവാസി അപ്പസ്തലേറ്റിൻ്റെ, ഇവിടെ UAE ആക്റ്റീവായിട്ടുള്ള 2 പ്രവാസി അപ്പസ്തലേറ്റാണ്. ചങ്ങനാശ്ശേരി പ്രവാസി അപ്പസ്തലേറ്റും താമരശ്ശേരി പ്രവാസി അപ്പസ്തലേറ്റ്. അതിൻ്റെ ഡെലിഗേറ്റ്സ് വരുമെന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ നമുക്ക് ഇടയിൽ ഒരു വരുമോയെന്നറിയില്ല. അവർ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ നാമത്തിൽ അവരെ ഞാൻ സ്വാഗതം ചെയ്യാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഓരോരുത്തരുമാണല്ലേ, PDMA അംഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പാരാരൂപത അംഗങ്ങളായിട്ടുള്ള ഈ നാട്ടിനെ പരിപോഷിപ്പിക്കാൻ, ഈ രൂപതയെ അല്ലെങ്കിൽ നമ്മുടെ UAE തന്നെ ഏറ്റവും ദേവാലയങ്ങളെ ഓരോ കാര്യങ്ങളിലും നമുക്കറിയാം, ഓരോ പാലാരൂപതക്കാരനില്ലാത്ത ഒരു കമ്മിറ്റിയോ ഒരു നേതൃത്വമോ നമുക്ക് ഏത് പള്ളിയിൽ പോയാലും നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്കതിൽ പ്രത്യേകമായിട്ട് അഭിമാനിക്കാം. ഇതിലേക്ക് കടന്നു വന്ന നിങ്ങളെല്ലാവരും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സജു അങ്കിൾ. അടുത്തതായി ഫാമിലിയ 2024 ഉദ്ഘാടന ചടങ്ങാണ്. അതിനായി തടത്തിലച്ഛനെ സ്വാഗതം ചെയ്യുന്നതിന് മുൻ കോർഡിനേറ്ററും അതോടൊപ്പം ഇപ്രാവശ്യത്തെ കോർ ടീം അംഗവുമായ സൂചനകളെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെരിയ ബഹുമാനപ്പെട്ട തടത്തിലച്ച, നമുക്കെല്ലാം പ്രിയങ്കരനായ നെല്ലിക്കലച്ച, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒട്ടും ആവശ്യമില്ലാത്തൊരു ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. തടത്തിലച്ഛനെ പാലക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട അല്ലെങ്കിൽ അച്ഛനെ വിളിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇവിടെ വിളിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം തടത്തിലച്ഛനെ അറിയാത്തവരായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അച്ഛൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് അച്ഛൻ ഏറ്റവും കൂടുതൽ തിരക്കായി പോയൊരു വ്യക്തിയാണ് അച്ഛൻ.
അച്ഛനെക്കുറിച്ച് അങ്ങനെ ഒരു 2 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കുറച്ച് നാളത്തെ ഒരു 3 തവണ നമ്മുടെ കൊയിനോനിയിൽ പങ്കാളിയായിരുന്നു. അന്ന് കൃത്യം തടത്തിലച്ഛൻ്റെ പ്രസംഗം തുടങ്ങുന്ന സമയത്ത് നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കും. അത്രയും തീക്ഷ്ണമായ ഭയങ്കര ഒരു ഇരുത്തം വന്ന ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് തടത്തിലച്ഛൻ നമ്മളോട് സംസാരിക്കുക. നമ്മുടെ രൂപതയിലെ തന്നെ പല പ്രധാനപ്പെട്ട പള്ളികളിൽ, ഭ്രോന പള്ളികളിൽ ഉത്തരവാദിത്തത്തിലിരുന്നിട്ടുണ്ട്. സഭാ സംവിധാനങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എല്ലാം ചുമതല വഹിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം തൻ്റെ ഒരു കയ്യൊപ്പ് വെച്ചിട്ടാണ് തടത്തിലച്ഛൻ അടുത്ത സ്ഥാനത്തേക്ക്, അതായത് ഇതിലും കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ള സ്ഥാനങ്ങളിലേക്ക് മാറുക. ഞാൻ പറഞ്ഞു കേട്ടതനുസരിച്ച് അച്ഛൻ ഓരോ മാറ്റങ്ങൾ അല്ലെങ്കിൽ അത് വരുത്തുന്നത് അച്ഛൻ ഇരിക്കുന്ന കാലത്ത് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്തി കാണിക്കാൻ വേണ്ടി മാത്രമല്ല, വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടി ഒത്തിരി കാലത്തിന് മുമ്പ് ചിന്തിച്ചുകൊണ്ടാണ് അച്ഛൻ കാര്യങ്ങൾ ചെയ്തു വെക്കുക. അതിന് അച്ഛന് ആ ഒരു കാര്യത്തിൽ അച്ഛന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാം. അച്ഛൻ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും ഇന്നും അച്ഛനിരുന്ന് എവിടെയാണെങ്കിലും രൂപതയും ജനങ്ങളും ഇടവക്കാരും എല്ലാം എന്നും ഓർക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അച്ഛൻ്റെ കൂടെ ഞാൻ പറഞ്ഞു കേട്ടെടുത്ത് ജോലി ചെയ്ത അല്ലെങ്കിൽ അച്ഛൻ്റെ അസന്ധ്യമായിട്ടായിരുന്നിട്ടുള്ള അച്ഛന്മാർ ഏതാണ്ട് 20ഓളം അച്ഛന്മാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലെനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന 4 പേരുണ്ട്. ആ 4 പേരും ഒന്നിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരാണ്. അതും വളരെ ഭംഗിയായി ഒരു രൂപതാ സംവിധാനത്തിൻ്റെ ഒന്നിലധികം വളരെ പ്രാധാന്യമേറിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അവരെ മോൾഡ് ചെയ്തെടുത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ വെള്ളച്ചാലിലച്ചൻ. കുറവലങ്ങാട് ഒരുമിച്ചുണ്ടായിരുന്നതാണ്. വെള്ളച്ചാലിലച്ചൻ ഇപ്പം PDMA ഡയറക്ടറാണ്, ഹോം പാലായുടെ ഡയറക്ടറാണ്, കാരിത്താസ് പാലായുടെ ഡയറക്ടറാണ്. അതിനൊന്നും പോരാഞ്ഞിട്ട് അൽഫോൺസ കോളേജിൻ്റെ ബർസാറ് കൂടിയാണ്. നെല്ലിക്കലച്ചൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ PDMA അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ഗുജറാത്ത് മിഷനിൽ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം കൊല്ലംപറമ്പ് പിതാവിൻ്റെ സെക്രട്ടറി കൂടിയാണ്. ഒരേ സമയം 3 ഉത്തരവാദിത്തങ്ങൾ. അടുത്തത് മാണിയച്ചൻ, അത് PDMA അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. പാലാരൂപതയുടെ SMIM രൂപത ഡയറക്ടറാണ്. അതോടൊപ്പം ഇപ്പം കല്ലറങ്ങാട്ട് പിതാവിൻ്റെ സെക്രട്ടറി കൂടിയാണ്. 4മതൊരാളെ ഇന്നലെ ഞാൻ ഗണത്തിലച്ചോട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, മറ്റമുണ്ടയിലച്ചൻ നമ്മുടെ ചുണ്ടശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ബർസാർ. 2 തവണ കൊയിനോനിയെ നടത്തിയപ്പോൾ ഞങ്ങൾ കണ്ടതാണ് അച്ഛൻ്റെ ഒരു എഫക്റ്റീവ്നെസ്, അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെയാണ് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ. അന്ന് എനിക്ക് അത്രയും മനസ്സിലായില്ല അച്ഛൻ എങ്ങനെയാണ്. ഇന്നലെ എനിക്ക് മനസ്സിലായി അതെന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം തടത്തിലച്ഛനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒത്തിരി നീണ്ടുപോകും. അപ്പോൾ ഏറെ സ്നേഹത്തോടെ അച്ഛൻ ഇവിടെ വരണമെന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോഴും അന്ന് തൊട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അച്ഛനോട് ഇവിടെ ഒന്ന് വരണം, കാരണം ഒത്തിരി പേര് അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ക്ഷണം സ്വീകരിച്ച് സാജു ചേട്ടൻ പറഞ്ഞതുപോലെ ഒത്തിരി പ്രോഗ്രാമുകൾ മാറ്റിവെച്ചാണ് അച്ഛൻ നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഏറെ സ്നേഹപൂർവ്വം നമുക്കെല്ലാം പ്രിയങ്കരനായ തടത്തിലച്ഛനെ ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ പാലാരൂപതയുടെ UAE കോർഡിനേറ്റർ ആദരണീയനായ സാജു ജോസഫ്, ഏറ്റവും പ്രിയപ്പെട്ട നെല്ലിക്കലച്ച, അതുപോലെ ഇവിടെ എന്നെ എത്തിക്കുവാൻ വേണ്ടി ഒത്തിരി പരിശ്രമിച്ച പ്രിയപ്പെട്ട സോജിൻ, നമ്മുടെ അതിരൂപതയും മാതൃരൂപതയും ഒക്കെയായ ചങ്ങനാശ്ശേരിയുടെ പ്രിയ കോർഡിനേറ്റേഴ്സ് ആൻഡ് ടീം അംഗങ്ങളായിട്ടുള്ള സഹോദരങ്ങളെ, ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികളെ, എനിക്ക് ഒരു പ്രസംഗം എന്നതിനേക്കാൾ ഇവിടെ നിൽക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ് തോന്നുന്നത്. നിങ്ങൾ ഈ പ്രഭാതത്തിൽ ഇത്രയും യാത്ര ചെയ്ത് അബുദാബിയിൽ നിന്നൊക്കെ 250 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്ത് സമയത്ത് ഇവിടെ എത്തുവാനായിട്ട് കാണിച്ച വലിയ ഒരു ഔത്സുക്യം പാലാരൂപതയ്ക്ക് വലിയ അഭിമാനമാണ് നൽകുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ രൂപതാധ്യക്ഷനെ പറ്റി പ്രിയപ്പെട്ട സാജു ജോസഫൊക്കെ നൽകിയ നല്ല ഒരു വിവരണം, മാതാപിതാക്കന്മാരെ പറ്റി അഭിമാനിക്കുന്ന മക്കൾക്ക് എന്തെങ്കിലും ഈ ഭൂമിയിൽ ശാശ്വതമായിട്ട് ചെയ്യാൻ പറ്റുമോ? പാലാരൂപതാധ്യക്ഷൻ അഭിനന്ദ കലറിങ്ങാട്ട് പിതാവ് വിശ്വാസത്തിൽ നമ്മളുടെ പിതാവാണ്, നിലപാടുകളിൽ സുവ്യക്തതയുള്ളയാളാണ്. അതോടൊപ്പം തന്നെ യാതൊരു വിധത്തിലുള്ള പ്രത്യേകമായ അംബിഷനും സഭാസ്നേഹമല്ലാതെ പിതാവിന് ഒന്നുമില്ല. നിങ്ങൾക്കറിയാം, അടുത്ത കാലത്തൊക്കെ പിതാവിന് ഒത്തിരി അവസരങ്ങൾ വന്ന പിതാവ് അവസരങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ചാണ്. വളരെ നിർണായകമായ ഒരു അവസരത്തിൽ നിങ്ങൾക്കറിയാം,
സഭയുടെ തലപ്പത്തേക്കൊക്കെ വരുവാൻ യാതൊരു തടസ്സവും ഇല്ലാതെ വരാവുന്ന കാലഘട്ടത്തിൽ ഞാൻ സിനഡ് തുടങ്ങുന്നതിൻ്റെ തലേദിവസം മോളിൽ കയറി ചെന്നിട്ട് ചോദിച്ചു, അങ്ങോട്ട് പോകാൻ വല്ല പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു, പിന്നെ നാളെ സിനഡല്ലേ പോകണം, അതല്ല ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, അച്ഛൻ എന്നെ അറിയാമല്ലോ, ഒരു കാരണവശാലും ഇല്ല. ഞാൻ പറഞ്ഞു അത്രയും മതി, ധൈര്യപൂർവ്വം ഇങ്ങോട്ട് തിരിച്ചു പോന്നേക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സേഫ് ആൻഡ് സെക്യൂർ, പാലായിലായിരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ചങ്ങനാശ്ശേരിക്കാർക്ക് അതിൽ പിണക്കയില്ലെന്ന് എനിക്കറിയാം. കാരണം ചങ്ങനാശ്ശേരിയുടെ പിന്നെ കഴിഞ്ഞ ദിവസം തറയിൽ മെത്രാപ്പോലീത്ത പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുകയാണ്. പാലാരൂപത വേർപിരിഞ്ഞതോടെ ചങ്ങനാശ്ശേരിയുടെ സമ്പത്ത് പോയി, കാഞ്ഞിരപ്പള്ളി വേർപിരിഞ്ഞതോടെ സൗന്ദര്യവും പോയി, പിന്നെ എന്നാ മിച്ചോളെന്ന് വിളി പറഞ്ഞില്ല കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു വലിയ കൂട്ടായ്മ ചങ്ങനാശ്ശേരി, വിശാല ചങ്ങനാശ്ശേരി എന്ന് പറയുമ്പോൾ അതിൽ പാലായും കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയും ഒക്കെ നന്നായിട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കാവുകാട്ട് പിതാവ് വയലിപ്പിതാവും കൊണ്ട് ഒരുമിച്ച് ബിഷപ്സായി. അവിടെ പ്രവിത്താനംകാരനാണ്, വിശുദ്ധനായ പിതാവ്. പിന്നീട് പടിയറ പിതാവ് വളരെ നർമ്മരസത്തോടു കൂടി വരികയും നമ്മുടെ അതിരൂപതയ്ക്ക് വലിയ നേതൃത്വം കൊടുക്കുകയും ചെയ്തു. പൗത്യ പിതാവിനെ സഭാസ്നേഹികൾക്ക് ആർക്കും ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. പെരുന്തോട്ടം പിതാവ് നല്ലൊരു സന്യാസിയുടെ എല്ലാവിധത്തിലുള്ള തീഷ്ണതയോടും കൂടി നമുക്ക് വലിയ ദൈവശാസ്ത്രപരമായ നേതൃത്വം കൊടുത്തു. തറായിൽ പിതാവ് നമുക്കറിയാം, നമ്മുടെ പിതാവിൻ്റെ സ്റ്റുഡൻ്റ് കൂടിയാണ്. വലിയ അഭിമാനത്തോടെ നമ്മുടെ കൂട്ടായ്മയ്ക്ക് അതിശക്തമായ നേതൃത്വം കൊടുക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. ചങ്ങനാശ്ശേരിയിലെ ഞാൻ വിചാരിക്കുന്ന പ്രവാസി അപ്പോസ്റ്റലേറ്റ് ആദ്യം തുടങ്ങിയത്. അവിടുന്ന് അവരുടെ അങ്ങോട്ട് ഒരു വലിയ പ്രോത്സാഹനത്തിൽ നമുക്ക് പാലായി തുടങ്ങാൻ പറ്റി. അതങ്ങനെ നിന്ന് സാച്ചുറേറ്റഡ് എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട, എനിക്ക് അസ്തേന്ത്യ കിട്ടിയപ്പോൾ ആദ്യം അസ്തേന്ത്യയായിട്ട് ലഭിച്ച വെള്ളച്ചാലിലച്ഛന് എൻ്റെ തലപ്പത്ത് വന്നത്. കാഞ്ഞിരത്താനം ഇടവക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. കാഞ്ഞിരത്താനത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ദിശാസന്ധിയിലാണ് ഞാനിവിടെ വികാരിയാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇച്ചിരി ഇമ്മച്ചുറായിട്ടായി. പാലായിലൊരു 50 കഴിയാതെ അസൈന്തി കിട്ടിയാൽ എനിക്ക് 42-ാം വയസ്സ് കിട്ടി. കാരണം വല്യച്ഛന്മാർക്ക് ആ പള്ളി വേണ്ടാത്ത ഒരവസരം എത്തിയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെല്ലുമ്പോൾ ഒളിച്ചോടാൻ പ്ലാൻ ചെയ്തിരുന്ന വെള്ളച്ചാലിലച്ചുകൊണ്ട് പിതാവ് പറഞ്ഞു അവിടെ നിൽക്കാൻ പറഞ്ഞു, പുതിയ വികാരി വരുമ്പോൾ പോയാൽ മതി. അങ്ങനെ ഞാൻ ചെന്നു. എനിക്ക് മുമ്പും മറ്റൊരു ജോസഫ് തടത്തിൽ തന്നെയായിരുന്നു വികാരി. ഇപ്പോൾ ആലത്തെ വികാരിച്ചന് എൻ്റെ കുറേ സീനിയറാണ്. കഴിഞ്ഞ വെള്ളച്ചാലിച്ചന് ഞാനും കൂടെ പിതാവ് 5 വർഷം കൊണ്ട് ശാന്തമാക്കാൻ പറഞ്ഞു. അവിടെ ഞങ്ങൾക്കൊരു 4 മാസം കൊണ്ട് ശാന്താക്കാൻ പറ്റി. അത് പിന്നീട് ഒന്നും അച്ഛൻ പിന്നീട് കുറലങ്ങാട് വീണ്ടും എൻ്റെ ഒപ്പം എത്തി. സീനിയർ അസിസ്റ്റൻ്റായിട്ട്, അന്ന് നെല്ലിക്കലച്ചൻ അവിടെ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്, മാണിച്ചൻ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 5 പേരുടെ നേതൃത്വത്തിൽ സീനിയർ അസൈന്തിയായിട്ട് അച്ഛനുണ്ട്. ആ പ്രിയപ്പെട്ട നമ്മുടെ പിന്നെ സഹോദരന്മാരുടെ ഷെയർ ചെയ്തതുപോലെ തന്നെ സോജിൻ പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ എനിക്കൊരു 19 അസന്ധിമാരുണ്ട് ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട്. പക്ഷേ 19-ൽ വെള്ളച്ചാലിക്ക് ഡബിൾ കിട്ടി, കിട്ടിയിട്ടുണ്ട്. അത് കുറലങ്ങാട് വന്നു. വീണ്ടും അരമനയിൽ എൻ്റെ അസിസ്റ്റൻ്റ് അല്ല, പക്ഷെ പ്രവാസിയുടെ ചുമതല എനിക്ക് മെയിനായിട്ടുള്ളതുകൊണ്ട് എനിക്ക് വേണ്ടി കാര്യങ്ങൾ നിർവഹിക്കുന്നത് അച്ഛനാണ്. അതുപോലെ തന്നെ നമ്മുടെ പാലാ കാരിത്താസിൻ്റെ കാര്യവും എൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട അച്ഛന് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അൽഫോൺസ കോളേജിൻ്റെയും സെൻറ്റ് തോമസിൻ്റെയും മാനേജർ ബി എഡ് കോളേജിൻ്റെയും ഞാനാണ് കഴിഞ്ഞ 2 കൊല്ലമായിട്ട്. അച്ഛനെ ബർസാറാക്കിയപ്പോൾ അൽഫോൺസ കോളേജിൻ്റെ ലുക്ക് മാറി. പൈസ കുറെ കൊടുക്കേണ്ടി വന്നു, എങ്കിൽ പോലും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താനായിട്ട് പറ്റി. അങ്ങനെ നമുക്ക് വളരെ മിടുക്കരായി. എനിക്ക് എൻ്റെ കൊച്ചന്മാരെ പറ്റി ഒക്കെ വലിയ അഭിമാനമാണ്. ഞാൻ പറഞ്ഞു തന്നെ വരുമ്പോൾ വെള്ളച്ചാലിലച്ഛനൊരു ക്ഷീണം, ചെറിയൊരു പനി, ഇച്ചിരി സീരിയസ് ഉണ്ട്. അന്നേരം അച്ഛനെ യാത്ര ചെയ്ത് അപ്പം ഞാൻ പറഞ്ഞു, ചോദ്യം വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ആരെങ്കിലും കൂട്ടിക്കോ. നെല്ലിക്കലച്ഛനെ പിടിച്ചു, മാണിച്ചന് പോരത്തില്ല, കാരണം പിതാവിൻ്റെ സെക്രട്ടറിയും കൂടിയാണ്. അങ്ങനെയാണ് നെല്ലിക്കലച്ഛൻ ഇവിടെ എത്തിയത്. ഞങ്ങൾക്കിങ്ങനെ ഒരുമിച്ച് എൻ്റെ കൂട്ടത്തിലുള്ള അച്ഛന്മാർ ഒരുമിച്ച് യാത്ര. ഞാൻ നിങ്ങൾക്കറിയാം, ഞാൻ പൊതുവിൽ സ്ട്രിക്റ്റാണ്. പക്ഷേ ഒരു വലിയ ഹൃദയബന്ധം ഞങ്ങളുടെ കൊച്ചന്മാരും ഞാനും അതുപോലെ എൻ്റെ സഹപ്രവർത്തകർ തമ്മിലുണ്ട്. വലിയ കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് അച്ഛന്മാരോട്, നിങ്ങൾ തടത്തിലച്ഛൻ്റെ അസ്തേന്തി ആയിരുന്നോ എന്നാരും തിരിച്ചു ചോദിക്കരുത്. അത് പണ്ട് എൻ്റെ അമ്മച്ചി പഠിപ്പിച്ചവരാണ്. പെങ്ങന്മാർ, എനിക്ക് കുറേ പെങ്ങന്മാരുണ്ട്. നിങ്ങളെയൊക്കെ എണ്ണമൊക്കെ പറഞ്ഞാൽ ഞെട്ടും. നിങ്ങളൊരു 11 പേരാണ്. നിങ്ങൾ ചിലർ വല്ലവരും 11 ഉണ്ടായാലേ ഉള്ളൂ. 11 പിള്ളേരെ വളർത്താൻ ആംബിയറുള്ള ഒരൊറ്റ അപ്പനും അമ്മ ഇവിടെ ഇല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എൻ്റെ ഒരു സുഹൃത്ത് 8 പേരെ വളർത്തിയിട്ടുണ്ട്. അടുത്ത ചിലപ്പോൾ ഇനിയും വളർത്തും. നിങ്ങൾ അറിയുന്ന ജൂട്ടസ് പോൾ, ജൂട്ടസ് മിഷൻ ലീഗിലുള്ളപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മിഷൻ ലീഗ് അവർ 7 പിള്ളേരെ വളർത്തണം. മാനുവൽ ബുക്ക് പൂരിപ്പിക്കാൻ 7 പേരുമാണ് അതിനാ. പക്ഷേ ഞാൻ പറഞ്ഞു പേരൻസും കൂടെ കൂടി പൂരിപ്പിച്ച് അങ്ങനെ 5 പേര്. ഇപ്പോൾ ജൂട്ടസിനെ കഴിച്ച പ്രാവശ്യം അസ്തർക്ക് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എത്രയായെന്ന് ചോദിച്ചു. അച്ഛാ 7. അപ്പോൾ അത് ഓൺലൈനിൽ പറഞ്ഞു 8 ഉടനെ ആകുമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ 8 ആയി.
ഞാൻ പറഞ്ഞു ഇനി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പം അറിയത്തില്ല, ചിലപ്പോൾ ചില വീട്ടുകാർ വഴക്കുണ്ടാക്കും. ഞാൻ നിങ്ങളുടെ ഇങ്ങനെ പ്രസംഗം കേട്ട് ഞങ്ങൾ അച്ഛന്മാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ഒരു ചേട്ടൻ ചെന്ന് ചേച്ചിയോട് പറഞ്ഞെന്ന് പറഞ്ഞു. അച്ഛന്മാർ പറഞ്ഞത് 2 പോരാ 4 പിള്ളേർ വേണമെന്ന്. ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞ് ബാക്കി 2 അയലോക്കത്ത് പൊക്കോ, ഇവിടെ 2 പറ്റുള്ളൂ എന്ന് പറഞ്ഞെന്നാ പറഞ്ഞു. അപ്പം ഞങ്ങൾ തമാശ പറഞ്ഞ ചേച്ചി വേറെ ലൈസൻസ് കൊടുത്തു. വേറെ എൻ്റെ ഒരു കസിൻ എൻ്റെ കസിൻ എടുത്തുകൊണ്ട് ഞാൻ പറയാം 3-4 പിള്ളേരെ വളർത്തണം കേട്ടോ, ഒരു UK എന്നോട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾ എത്ര പേരെ വേണേലും വളർത്താം. പക്ഷേ അവള് പറഞ്ഞത് 2 കൂടുതലും എല്ലാം ആവശ്യപ്പെട്ട ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു മോനെ വേണ്ട, ഇത്രയും മതി എന്ന് പറഞ്ഞു. അപ്പം ഇറ്റ് ഡിപ്പെൻസ്. മാതാപിതാക്കന്മാരുടെ വലിയ ത്യാഗത്തിൻ്റെ ഫലമാണ് നമ്മൾ. ചിലർക്ക് ഒരാളെ പോലും വളർത്താം, കാരണം അവർക്ക് ചില ഫിസിക്കൽ ആയിട്ട് പറ്റത്തില്ല, അത് പറ്റില്ല. ചിലർക്ക് ആരെയും വളർത്താൻ പറ്റില്ല, ചിലർക്ക് 2 പേരെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയുള്ളതൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കും. അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ക്രൈസ്തവ സമൂഹം, നമ്മൾ ഈ പ്രവാസി കൂട്ടായ്മയുടെ അർത്ഥം എന്നാണ്. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ 2 സഹോദരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഒരു സാറിന് വീട്ടിൽ ഞങ്ങൾ നല്ല ബന്ധമാണ്, പക്ഷേ വീട്ടിൽ ഓടിച്ച് പോക്ക് എൻ്റെ ഡ്യൂട്ടി അതൊന്നുമല്ല. അല്ലെങ്കിൽ എപ്പോഴും ഫോൺ വിളിക്കും. ഞാൻ ഇപ്പോഴാണ് ഫോൺ വിളിച്ചത്, കാരണം ഞാനൊരു റോമിംഗ് ഇൻ്റർനാഷണൽ കാർഡ് എടുത്ത് റീചാർജ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുക, കാരണം അതങ്ങ് തീരട്ടെ 2 ദിവസത്തേക്കുള്ളൂ. എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം കൂട്ടായ്മയാണ്, ഒരുമിച്ചായിരിക്കുക. നിങ്ങൾക്ക് ജർമ്മൻ അറിയാവുന്നവരാണ്. ജർമ്മനിൽ ഒരു സേയിങ് ഉണ്ട്, മാർട്ടിൻ ഹൈഡഗർ എന്ന് പറഞ്ഞ തത്വശാസ്ത്രജ്ഞനെ വല്ലപ്പോഴും കോട്ട് ചെയ്യുന്ന സുസൈൻ ഈസ് മീറ്റ് സുസൈൻ എന്നാണ്. ടു ബി ഈസ് ടു ബി ടുഗദർ. ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ചായിരിക്കുക. അത് ഞങ്ങളൊക്കെ 10-15 പേരുള്ളതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അതിൻ്റെ ഒരു ചെറിയ എന്താ പറയുക, ഒരു റെപ്ലിക്കയാണ് നമ്മുടെ കൂട്ടായ്മ. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് അതിനെ അനുമോദിക്കുകയാണ്. ഒഴിഞ്ഞു മാറാൻ നമുക്ക് ഒത്തിരി കാരണങ്ങളുണ്ട്. ഒഴിഞ്ഞു മാറാൻ കാരണങ്ങൾ ഉണ്ടായിരിക്കെ ഒഴിഞ്ഞു മാറാതെ നിങ്ങളെല്ലാം ഈ പ്രഭാതത്തിലൂടെ എത്താൻ സന്മനസ് കാണിച്ചു. അത് 100 കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്താണ്. ഇതെന്നാ ഇരിക്കുന്നതെന്ന് വേണം ചിന്തിക്കാൻ. പക്ഷെ അല്ലാതെ എന്താ അർത്ഥം ഇരിക്കുന്നത്? ഞാനൊരു പറഞ്ഞു പോയി ഒത്തിരി പോകുമെങ്കിലും കഴിയുന്നിടത്തോളം നേരത്തെ നിർത്താം. ഒരു 2 ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, പണ്ട് ഒരു ഭൂമി കുലുക്ക്, എനിക്ക് തോന്നുന്നത് 2000-ലോ അങ്ങനെയും കണ്ട നമ്മുടെ പാലായിലൊക്കെ ഉണ്ടായി. അത് ഒരാഴ്ച കുലുങ്ങി. ഒന്നൊരു ചൊവ്വാഴ്ചയാണ് ഞാൻ ഓർക്കുന്നു, ഒന്നൊരു ഞായറാഴ്ചയായിരുന്നു മെയിൻ കുലുക്കം. ഞങ്ങളൊക്കെ ഷലോമിൽ നിന്ന് ഇറങ്ങി ഓടി, കാരണം ഭീമൊക്കെ ഇങ്ങനെ പോരും തോന്നിയ ഒരവസരത്തിൽ. അപ്പം എന്നോടൊരു ഭിക്ഷക്കാരൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്ക്, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തോണ്ട് ക്ഷമിക്കുക. നേരത്തെ ആ ഭിക്ഷക്കാരന് ഇംഗ്ലീഷ് പത്രം മാത്രമായി പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്നു. ഞാൻ റോമിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ 1.5 കൊല്ലം. അപ്പം ഇദ്ദേഹം അച്ഛൻ വന്നിട്ട്, അച്ഛാ ഭക്ഷണം വേണം, ഇംഗ്ലീഷ് പത്രം ഒന്ന് വായിക്കാൻ തരാമോ? ഇംഗ്ലീഷ് പത്രം നല്ല സ്റ്റാൻഡേർഡുള്ള ആളാണ്. അപ്പം അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു, അച്ഛാ ഈ ഞാൻ പിന്നെ ഷലോമിലുള്ളപ്പോഴാണ് ജീവിതത്തിൽ വലിയ സന്തോഷം അച്ഛാ. എന്നാന്ന് ചോദിച്ചു. അപ്പോൾ പാലായിലെ കുഞ്ഞച്ചന്മാരും ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്ന് ഉറങ്ങുന്നതെന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം പിടികിട്ടിയില്ല. അച്ഛാ ഞങ്ങൾ ഉറങ്ങുന്നത് പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തില്ല, വേറെ സ്ഥലമില്ല. ഇപ്പം മുതലാളിമാരൊക്കെ കാറേ വന്നിട്ട് ഞങ്ങളുടെ ഒപ്പം ഇച്ചിരി ഒതുങ്ങി കിടക്കും, ഞങ്ങൾക്കും കിടക്കണ്ടെന്നാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അതിനാ ചോദിച്ചു. വീട്ടിൽ കിടക്കാൻ പേടിയാണ്, കാരണം ഇതിങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുക, ഏത് സമയത്തും തട്ടിപ്പോ. ഇത്രേ ഉള്ളൂ. നമ്മളൊക്കെ സമ്പാദിക്കുന്നതിൻ്റെ, നിങ്ങളൊന്നും വലിയ സമ്പാദിക്കാറില്ല എനിക്കറിയാം, അത്യാവശ്യമുള്ള ഒരു ജീവിത മാർഗം നിങ്ങൾ നാട്ടിൽ തിരിച്ചെത്തുന്നവരാണെന്നുള്ളതാണ് ഞങ്ങളുടെ വലിയ സന്തോഷം. അല്ല കേരളമൊക്കെ ഇല്ലാതെ നമ്മുടെ ഇനങ്ങൾ ഇല്ലാതാകുക. കൃത്യം പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് ഉൾപ്പെടെ കാര്യം ഞങ്ങൾ 11 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പെങ്ങൾ അയർലൻഡ്, ഒരു പെങ്ങൾ ഇംഗ്ലണ്ട്, ഒരു പെങ്ങൾ ഇസ്രായേൽ, അവരുടെ മക്കളൊക്കെ കാനഡ, അതിലേന്നൊക്കെ പറഞ്ഞ് നടക്കുക. എല്ലാത്തിനും കൂട്ടിക്കയറി തിരിച്ചു വന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര എണ്ണം വരുമെന്ന് അറിയത്തില്ല. അപ്പം ഇത് നമ്മൾക്ക് പണം ഉണ്ടായിട്ട് വീട്ടിൽ നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിച്ചു പണിത വീട്ടിൽ താമസിക്കാൻ പേടിയാ. അവിടെ നമ്മൾ ഭിക്ഷ കൊടുക്കുന്ന മനുഷ്യരും തമ്മിൽ അന്തരമില്ല. മറ്റൊരു കേസാണ്, അതിനു മുമ്പ് വന്ന് നിങ്ങൾ ചിലരോർക്കും ചിക്കൻ ഗുനിയ. നമ്മുടെ പിതാവ് പറയും രാവിലെ ഏക്കണ വലിയ പണിയാണ്, കാരണം കാലൊക്കെ ഒന്ന് നിവർന്നു വന്ന സമയം, കാരണം പിതാവിനെ ചിക്കൻ ഗുനിയ ശരിക്കും പിടിച്ചത്. അപ്പോൾ ആ ചിക്കൻ ഗുനിയ വന്ന കാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, അവൻ്റെ വീടിൻ്റെ പാലായിൽ വലിയ മതിൽക്കോട്ടുള്ള വീടാണ്, ഞാൻ പറയുമൊന്നുമില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ പേരുണ്ടായിരുന്നു സുഹൃത്തുക്കൾ, അവർ നല്ല മനുഷ്യരാണ്. പക്ഷെ ഇവൻ്റെ വൈഫ് ഇവരുടെ വീടിൻ്റെ തോട്ടത്തിനകത്ത് ആരും കയറാൻ അനുവദിക്കുകയില്ല, കുറേ തേങ്ങയൊക്കെ വീഴും. പക്ഷെ ആ വീടിൻ്റെ മതിൽ ചാടിക്കേറി 10 അടിയോളം ഉയരമുള്ള മതിൽ ചാടിക്കയറി തേങ്ങ വറുക്കുന്ന 2 ചെറുപ്പക്കാർ അപ്പുറത്ത് പുറമ്പോക്കി കിടപ്പുണ്ട്. വീട്ടിലെ 2 പിള്ളേര് ഇവർ ഓടിക്കുമായിരുന്നു. പക്ഷെ ഇവർക്ക് വീട്ടിലെല്ലാവർക്കും, അപ്പനും അമ്മയ്ക്കും 2 മക്കൾക്കും ചിക്കൻ ഗുനിയ പിടിച്ചപ്പോൾ
ജോലിക്കാരത്തി ഇത് അറിഞ്ഞപ്പോഴും ഓടി. പക്ഷെ ഇവർ പട്ടിണിയാന്ന് അറിഞ്ഞുകൊണ്ട് ഈ പുറമ്പോക്കി കിടക്കുന്ന വീട്ടിലെ ചേച്ചി കുറേ ഭക്ഷണമൊക്കെ ആയിട്ട് വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ ഭക്ഷണം തന്നാൽ കഴിക്കുമോ? കാരണം ഇവർക്ക് ഒരു വഴിയില്ല. കാരണം ഇവരുടെ കൈ നിവരിയല്ല, വേണേ ഇവിടുന്ന് കോരി തവിയിൽ അങ്ങോട്ട് കൊടുക്കാം, പക്ഷെ നമ്മുടെ വായിലേക്ക് വെക്കാൻ പറ്റില്ല, സ്പൂൺ വെക്കാൻ പറ്റില്ല, കൈ തിരിയല്ല. ഇങ്ങനെ അപ്പനും അമ്മയും മക്കളും കൂടെ ഒരേ കണ്ടീഷനിൽ കിടക്കുമ്പോൾ ഈ വീട്ടുകാർ വന്ന് ഭക്ഷണം അവർ വലിയ കാര്യത്തിൽ സ്വീകരിച്ചു. കൊണ്ടുവരണ്ട, ഇവിടെ ഇരിക്കുന്നിടത്ത് കുക്ക് ചെയ്യാൻ പറഞ്ഞു, കുക്ക് ചെയ്തു. ഈ അപ്പനും അമ്മയും 2 പിള്ളേരും കൂടെ പുറമ്പോക്കിന്ന് വന്നിട്ടാണ് ഈ അപ്പനെ അമ്മയും മക്കളെയും സഹായിച്ചത്, എൻ്റെ കൂട്ടുകാരനെയും കുടുംബത്തെയും സഹായിച്ചത്. അപ്പം അവൻ പിന്നീട് വളരെ ചാരിറ്റി ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയിടാന്ന്? തലേ തേങ്ങ വീണോന്ന് ചോദിച്ചു, ബോധം തെളിഞ്ഞപ്പോൾ. എന്നോട് ഞാൻ തലേ തേങ്ങ വീഴുന്നതിന് മുമ്പ് ബോധം തെളിഞ്ഞു. കാരണം ഈ ചിക്കൻ കുനിയ വന്നു കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിൽ കാരണം ഇതാന്ന് പറഞ്ഞു. അപ്പം ആ പുറമ്പോക്കി കിടക്കുന്ന ഒരു പുറമ്പോക്കിലല്ലെന്ന് ഇവനൊരു 10-15 സെന്റ് സ്ഥലം കൊടുത്തിട്ട് അവരെ ഇൻസൈഡ് ആക്കി. ഭയങ്കര ബന്ധം, കൂട്ടായ്മ. ഇനി ഒന്നും വേണ്ടല്ലോ. ലാസ്റ്റ് നമ്മൾ കണ്ട മഹാമാരിയുണ്ട്, COVID-19. വളരെ ദുഃഖകരമായൊരു സാഹചര്യം. ഈ അച്ഛൻ വർക്ക് ചെയ്യുന്ന ഗുജറാത്തിലെ തന്നെ നമ്മുടെ വളരെ തീക്ഷ്ണമതിയായ ഒരു സഭാസ്നേഹിയുടെ പേരൻസ്, ജീവിത പങ്കാളി, അവസാനം അദ്ദേഹവും മരിച്ച് ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെ ബന്ധുക്കളൊക്കെ എനിക്കറിയാം. അതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ തന്നെ ഇരിക്കുന്ന എൻ്റെ ഇടവക്കാരുണ്ട്, മാന്നാറ്, അവർക്കറിയാവുന്നൊരു ഫാമിലി ഉണ്ട്. അവിടുന്ന് കെട്ടിച്ചു വിട്ട ഒരു പെണ്ണിൻ്റെ വീട്ടിൽ അമ്മായിയപ്പന് അമ്മായിയമ്മ ഭർത്താവും മരിച്ചു, അവസാനം ഇവളും ഒരു കൊച്ചുമുണ്ട്. സാമ്പത്തികമുണ്ട്, പറ്റില്ല. ഇതൊക്കെ ലോകത്തിന്റെ കണ്ണ് തുറപ്പിക്കേണ്ട കാര്യമാണ്. ജീവിതത്തിൽ നമ്മൾ ഇതിലെ കടന്നുപോയി എന്ന് ആരെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ നന്മ ചെയ്ത കുറേ മനുഷ്യർ വേണം. എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹം തോന്നുന്നു. കാരണം ചോജനൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രം എനിക്കിപ്പോഴാണ് കുറെ കൂടെ മനസ്സിലായത്. നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റി എന്തുമാത്രമാണ്. വീട്, എഡ്യൂക്കേഷൻ, അതുപോലത്തെ കാര്യങ്ങൾ എന്തോരം ചെയ്യുന്നു. ഒരുപക്ഷെ ഞങ്ങൾ ബിഷപ്സ് ഹൗസിൽ നിന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് അർഹിക്കുന്നവർ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ അതിൻ്റെ പേരിൽ നിങ്ങളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുക. ഈ കൂട്ടായ്മയ്ക്ക് വന്നതിൻ്റെ പേരിൽ, നിങ്ങൾ ചെയ്യുന്ന നന്മ പ്രവർത്തനങ്ങളുടെ പേരിൽ. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഓൺലൈനിൽ കൂടെ ഒക്കെ സംസാരിച്ചിട്ടുള്ളതുപോലെ പാലാരൂപത പ്രവാസി കൂട്ടായ്മയിൽ അംഗത്വം നേടുന്നതിൻ്റെ പേരിൽ ഇപ്പം ഇവിടെ നമ്മളുടെ പ്രസിഡന്റ് സാജു പറഞ്ഞ പോലെ 1 പൈസ പിരിക്കുന്നില്ല, നിങ്ങൾ കൊടുക്കുന്നു. വലിയൊരു ഗ്യാരണ്ടി പാലായിൽ നമ്മുടെ കല്ലറിങ്ങാട്ട് പിതാവിൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ, പിതാവിനോട് ചേർന്ന് മുഖ്യ ചുമതല വഹിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും, 1 ചില്ലി പൈസ പോലും പാലാരൂപത ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രവാസികളോടോ വിദേശത്തുള്ള ആരോടുമോ ചോദിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ചോദിച്ചെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്താണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വോട്ട് ചെയ്യാം, ധൈര്യപൂർവ്വം ഒന്നിച്ച് നിൽക്കാം. ആരെയും, നമ്മുടെ പാലായുടെ ഒരു പോളിസി, നിവൃത്തിയുണ്ട് ആരെയും ബർഡൻ ചെയ്യരുത്. എന്നോട് സോജനൊക്കെ പറഞ്ഞു, അച്ഛാ 2 ദിവസത്തോടെ നിൽക്കത്തക്ക രീതിയിൽ പോരും. ഞാൻ പറഞ്ഞു, നിൽക്കുകയല്ല മോനെ, എനിക്ക് തിരക്കാന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഓരോ ദിവസവും നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പണിയാണ്. ആ പണി ഇല്ലാതാക്കാൻ ഇന്നലെ മതി. ഇന്നലെ അത്യാവശ്യമുള്ളവരും കണ്ട് ഞാൻ 2010 ഇതിലെ ഒരു ട്രാൻസിറ്റ് വിസയിൽ വന്നു പോയിട്ടുണ്ട്. ഒരു 96-98 മണിക്കൂർ. അപ്പോൾ ഒരുമാതിരി എല്ലായിടവും കണ്ടതാണ്. അപ്പോൾ ഇന്നലത്തെ അത് മതി, അതിൽ കൂടുതൽ വരണം. രണ്ടാമത് എനിക്ക് തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ പിതാവ് ഏൽപ്പിച്ചത് അവിടെ ഉണ്ട്. അപ്പം നമ്മുടെ പാലാരൂപതയുടെ നയമാണ് അത് നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെ നയമാണ്. നിവൃത്തി ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മളായിട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. എന്താ ചെയ്യുക? ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളൊക്കെ ചുമ്മാ അങ്ങ് കണ്ണടച്ചു വിടുക എന്നല്ല. അവിടെ നമുക്ക് ചിട്ടയുണ്ട്, ക്രമമുണ്ട്, നിയമങ്ങളുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം പേഴ്സണലി നമുക്ക് എന്ത് ചെയ്യാം, അത് ചെവി അറിയാതെ ചെയ്യാൻ നമ്മളൊക്കെ ശ്രമിക്കുന്നവരാണ്. നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നവരാണ്. എനിക്കും പറ്റുന്ന പോലെ ഞങ്ങൾ തമാശന് പറയാറുണ്ട്, പാലാരൂപതയിൽ ഞാൻ അപ്പോയിന്റ് ചെയ്യുന്ന, കോളേജിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്ന ഒരാളുടെ ആദ്യത്തെ സാലറി 70,000. അപ്പോയിന്റ് ചെയ്യുന്ന എൻ്റെ സാലറി 15,000. അത് അതേപടി പറ്റിയല്ല, പുറത്ത് പറഞ്ഞേക്കല്ലേ. ഒരു 4,000 രൂപ ഫുഡിൻ്റെ പിടിച്ചിട്ട് പിന്നെ കിട്ടുന്ന 11,000. ഇത് വണ്ടിയുടെയും വാഷിങ്ങിൻ്റെയും കഴിയുമ്പോൾ വലിയൊന്നുമില്ല. പക്ഷെ അതിൽ നിന്ന് ഞാൻ ചെയ്യുന്ന, എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാം, ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ഞാനാ കൊടുത്തതെന്ന് പറയാതെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ആരെങ്കിലും വിളിച്ചിട്ട് പറയും, എടാ ഇത് എന്നെ വേറൊരാൾ ഏൽപ്പിച്ചതാ, അത് ഇന്നവർക്ക് കൊടുത്തേക്കാൻ പറയും. കാരണം അത് എളിമകൊണ്ടൊന്നും അല്ല. തടത്തിലച്ചൻ ഇങ്ങനെ 5ഉം 10ഉം ഒക്കെ കൊടുക്കുന്നതെന്ന് അറിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ പിറ്റേ ദിവസം നേരെ വരും, എന്താ ചെയ്യണം, അതിനുള്ള വകുപ്പ് നമുക്കില്ല. പിന്നെ സഹോദരങ്ങൾ അധ്വാനിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന എനിക്ക് ഒത്തിരി പേരെ അറിയാം. ആരോടും പറയാം. ഞാൻ കുറളങ്ങാടുള്ളപ്പോൾ, കാഞ്ഞിരത്താനത്തുള്ളപ്പോൾ, കൊടക്കച്ചറ ഉള്ളപ്പോൾ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളാ ചെയ്തായിട്ട് പറഞ്ഞേക്കല്ലേ, അച്ഛൻ ഇഷ്ടമുള്ള ആർക്കെങ്കിലും കൊടുത്തു. അത് ഞാൻ പറയാം, അവിടെ കൊടുത്ത് കൈക്കാരൻ്റെ കൊടുത്ത് രസീത് മേടിച്ചു, ചുമ്മാ കൊടുക്കണ്ട.
സമ്മതിക്കാത്തതോടെ മേടിക്കാറില്ല. രസീത് മേടിച്ചിട്ട് അത് പള്ളിയുടെ ഒരു ചാരിറ്റി ആയിട്ട്. അപ്പം നിങ്ങൾ ആ ചെയ്യുന്ന ചാരിറ്റി. പക്ഷേ ഈ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, പാലാ രൂപത നിങ്ങളെ ഒരു കാരണവശാലും ബർഡൻ ചെയ്യല. കല്ലറങ്ങാട്ട് പിതാവിൻ്റെ കാലത്ത് ചെയ്യില്ല, പള്ളിക്കാൻ പിതാവിൻ്റെ കാലത്ത് ചെയ്തിട്ടില്ല, വയലു പിതാവിൻ്റെ കാലത്ത് ചെയ്തിട്ടില്ല. ഇനിയുള്ള ഏതെങ്കിലും കാലത്ത് ചെയ്താൽ ഞങ്ങളൊക്കെ പയ്യെ പുറകോട്ട് മാറുകയുള്ളൂ. എങ്കിൽ ഈ 3 പിതാക്കന്മാരുടെ എനിക്ക് ഗ്യാരണ്ടീഡാണ്. അതിന് ശേഷമുള്ളതൊന്നും നമുക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പാലാ രൂപത ഒരു പിരിവ് നടത്തുന്നോ, പാലാ രൂപത നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങൾ അധ്വാനിച്ചെടുക്കുന്നതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും സാമ്പത്തികം കണ്ടെത്താൻ നോക്കുന്നുണ്ട്. പിന്നെ പാലാ രൂപതയുടെ സന്തോഷം എന്നാ? അഭിയന്യ പിതാവിൻ്റെയും ഞങ്ങളുടെയൊക്കെ സന്തോഷം മാതാപിതാക്കന്മാരും മക്കളും വല്യപ്പനും വല്യമ്മയൊക്കെ കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷവും അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പിതാവും എന്നോട് പറഞ്ഞു പോണം. ഞാൻ പറഞ്ഞു പിതാവ് ഖത്തറിൽ പോയി 2 ദിവസം എടുത്ത് ഒരു 5-6 മാസമേ ആയുള്ളൂ. അയ്യോ പോണം. ഞാൻ സത്യത്തിൽ ഇവർക്കൊക്കെ അറിയാം, ഞാൻ 2 വർഷം എൻ്റെ പാസ്പോർട്ട് പുതുക്കിയില്ല, കാരണം വരാതിരിക്കുന്നു. അതിനുവേണ്ടി ഏറ്റവും എന്നോട് ആവശ്യപ്പെട്ട കുവൈറ്റിൽ എനിക്ക് പോകാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം യുദ്ധം തുടങ്ങി മാറ്റിവെച്ചു. ഇത്തവണ യുദ്ധം മൂത്തത് കൊണ്ട് വീണ്ടും മാറ്റിവെച്ചു. പക്ഷേ അത് വരുന്നതിന് പിതാവ് എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ ഒരു കാരണം ഇതാണ്, നമ്മളുടെ ഈ കൂട്ടായ്മയിൽ നമ്മുടെ ബന്ധം, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലാണ് നമുക്കൊരു അജപാലന സംവിധാനം ഇതുവരെ ആകാത്തത്. മാർപ്പാപ്പ അതിൻ്റെ പ്രൊവിഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിക്കും നമ്മുടെ അഭിയന്യ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ്, ഞങ്ങൾ ഫിലോസഫി ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോൾ മലയപ്പറമ്പിലച്ഛനും നമ്മുടെ മലയപ്പറമ്പിലച്ഛൻ എൻ്റെ കൂട്ടത്തുള്ള VG അദ്ദേഹവും തട്ടിൽ പിതാവും ഒക്കെ ഞങ്ങളുടെ ഡീക്കൻ സീനിയർ മോസ്റ്റ് ആയിരുന്നു. അന്ന് പോലും വലിയ സ്നേഹവും ബന്ധവുമുണ്ട്. പിതാവ് ഇവിടെ വരുമ്പോൾ മാർപ്പാപ്പ കൊടുത്ത പ്രൊവിഷന് എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് ഫർദർ ഉണ്ടാവും, കാലക്രമത്തിൽ നല്ല ഡിസിഷൻ ഉണ്ടാവും. എന്തിനാണ് നമുക്ക് സഭാ സംവിധാനം വരുന്നത്? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇവിടെ നമ്മുടെ പറയാതെ സാജു ജോസഫ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ പറഞ്ഞു, നമുക്ക് ഇന്ന ഇനത്തിൽപ്പെട്ടവരില്ലെന്ന് പറഞ്ഞ്. ആ പേര് നിങ്ങൾക്ക് മനസ്സിലാകാമെന്ന് അറിയത്തില്ല. എന്ന് വെച്ചാൽ പാലാ രൂപതയുടെ ഐഡന്റിറ്റി അപ്പനെ മാനിക്കുന്ന മക്കളാണ്. നമുക്ക് വേണേ എതിരിടാൻ പറ്റും. നമുക്ക് വീട്ടിൽ നമ്മുടെ ഇച്ചാച്ചനോട്, ഞങ്ങൾക്ക് ഇച്ചാച്ചനോട് ഇച്ചാച്ചൻ എന്നാ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചു എതിർക്കാൻ. നോ, ഇച്ചാച്ചൻ പറഞ്ഞാൽ നമ്മൾ എതിർക്കുകയില്ല. പിന്നെ നമ്മൾ പറയിച്ചാൽ ആ പറഞ്ഞതിൻ്റെ അത് ചെറിയൊരു പ്രശ്നമുണ്ടെന്നാ തോന്നുന്ന ആൾക്കാർ മാറിക്കഴിഞ്ഞാൽ നമ്മൾ പറയുള്ളൂ. അത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യം, ഒരു ജനാധിപത്യ ക്രമം. ആ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പൊ നമ്മുടെ സംവിധാനത്തിൽ ഈ പറയുന്ന എന്തിനാണ് ഇതെന്ന് ചോദിക്കുന്നത്. ഞാൻ 4ാമത്തെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് പോവുകയാണ്. അതായത് ഈ സംവിധാനം മുഴുവൻ സഭയ്ക്കെതിരല്ലേ? ചങ്ങനാശ്ശേരിക്കാർ കൂടിയാൽ അത് സഭയ്ക്കെതിരല്ലേ? പാലക്കാർ കൂടിയാൽ അത് സഭയ്ക്കെതിരല്ലേ? താമരശ്ശേരിക്കാർ കൂടിയാൽ എതിരല്ലേ? ആണോ? നിങ്ങൾക്ക് എന്നാ ഒന്നാണോ? പിന്നെ എന്നതാ ഈ കൂടുന്നതിൻ്റെ അത് ഒരർത്ഥമേ ഉള്ളൂ, നമ്മൾ സഭയുടെ പൊതു സംവിധാനത്തിന് സപ്പോർട്ടാണ്. UK-യിലാണേലും അമേരിക്കയിലാണേലും കാനഡയിലാണേലും നമ്മുടെ ആൾക്കാരോട് നമ്മൾ പറയുന്നത് അവിടുത്തെ സംവിധാനം, അവിടുത്തെ പിതാവ് അത് മാനിച്ചോണം. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതാണ് പറയാൻ പറ്റുന്നത്, ഇവിടുത്തെ സിസ്റ്റത്തെ മാനിക്കണം, ശക്തമാക്കണം. നസ്രാണികൾക്ക് പേര് കേട്ടാൽ മാർത്തോമാസ്ലിയുടെ പേരിൽ അഭിമാനിക്കാൻ പറ്റണം. അല്ലാതെ പാലായിലേക്ക് പോര് എന്ന് പറയാനല്ല. പാലക്കാര് നമ്മുടെ ഏത് സഭാ സംവിധാനത്തെയും ഏറ്റവും നല്ല രീതിയിൽ ശക്തിപ്പെടുത്തുന്നവരായിരിക്കണം. എൻ്റെ സുഹൃത്തുക്കൾ മലബാറിലുള്ള അച്ഛന്മാർ പറയും, താമരശ്ശേരി ബിഷപ്പ് ഇഞ്ചനാനി പിതാവ് എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, ഞങ്ങൾ 7 വർഷം ഒരുമിച്ച് വടവാതൂർ പഠിച്ചതാണ്. രാമനാഥപുരം ബിഷപ്പ് പോളാലപ്പാട്ട് പിതാവ് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. നമ്മുടെ യൂറോപ്പിലെ വിസിറ്റേറ്റർ സ്റ്റീഫൻ ചർപ്പണം പിതാവ് ഞങ്ങൾ 3 പേര് ക്ലാസ്മേറ്റ്സ് ആണ്. മലങ്കരയിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഈ അടുത്ത കാലത്ത് കുര്യ ബിഷപ്പായ അന്തോണിയൂസ് മാർ സെൽവാനോസ്. ആ പേരൊക്കെ എനിക്ക് കിട്ടത്തില്ല. ഞാൻ ആന്റണി കാക്കനാട് എന്ന് പറയും. ഞങ്ങൾ ഈ പറയുന്ന ആളുകൾ ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കേസ്, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം മറ്റു നമ്മുടെ പൊതു കൂട്ടായ്മയെ ദുർബലപ്പെടുത്താനല്ല, ശക്തിപ്പെടുത്താൻ. അത് ചങ്ങനാശ്ശേരിയാണേലും പാലായാണേലും നമ്മൾ പറയുന്നത് നമ്മുടെ സഭാ സംവിധാനത്തെ ശക്തിപ്പെടുത്തണം. അന്നേരമാണ് ക്വസ്റ്റ്യൻ, സഭാ സംവിധാനം എന്താണ്? നസ്രാണികൾക്ക്, മാർത്തോമാസ്ലിഹായുടെ മക്കൾക്ക് അവരുടെ പാരമ്പര്യം ബിൽഡപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു സഭ പോരെ. ഞാൻ പണ്ട് ചിന്തിച്ചിട്ടുണ്ട് സെമിനാരി പഠിക്കുമ്പോൾ, ഈ കത്തോലിക്കാ സഭ എന്ന് പറയുന്ന ഒരു സഭ പോരെ, എന്തിനാണ് ഈ മലബാറും മലങ്കര എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ നമുക്ക് തിരിച്ച് ചോദിക്കേണ്ടി വരാം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. നമ്മുടെ അയലോക്കത്ത് വീടുണ്ടോ, പിന്നെ നമ്മൾ തന്നെ വീട് വേറെ വെക്കേണ്ട കാര്യമുണ്ട് അല്ലേ? ഒരു പ്രശ്നമാണ്. സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈശോ മിശിഹായുടെ അപ്പസ്തോലന്മാരുടെ മിശിഹ അനുഭവം ഒരിക്കലും നഷ്ടപ്പെടരുത്. 12 അപ്പസ്തോലന്മാരുടെ അനുഭവം നിലനിൽക്കണം. തോമാസ്ലീഹായുടെ അനുഭവം നമ്മുടെ സഹോദരി സഭകളായ കൽദായ സഭയിലുണ്ട്, മലങ്കര സഭയിലുണ്ട്, നമ്മുടെ കത്തോലിക്കരല്ലാത്ത യാക്കോബായ ഓർത്തഡോക്സ് സഭയിലുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്.
2019 ബഹുമാനപ്പെട്ട നെല്ലിക്കലച്ചനും ഞങ്ങളും ഒക്കെ ഒരുമിച്ചുള്ള കാലത്ത് ഞങ്ങൾ കുറവലങ്ങാട് ഒരു നസ്രാണി മഹാസംഗമം നടത്തി. നമ്മുടെ പൈതൃകത്തെ പറ്റി അഭിമാനിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. കുറലങ്ങാടുകാർ ഇവിടെ പലരുണ്ട്. അപ്പൊ ഈ നമ്മുടെ പൈതൃകം എന്താ? അപ്പൊ സഭാചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ വേറെ പിരിഞ്ഞ ശേഷം 10,000 പ്രതിനിധികളെ ഒരുമിച്ച് കൂട്ടാൻ ആഗ്രഹിച്ചത് ആൾക്കാരനോട് പറഞ്ഞ് 100 പേരെ ഒരുമിച്ച് കൂട്ടാങ്ങി നോക്കിക്കോളാൻ പറഞ്ഞു. കാരണം ഞാൻ ഫീസും വെച്ചു 100 രൂപ. എന്തിനാ ഫീസ് വെച്ചത്? കഞ്ഞി കുടിക്കാനൊന്നുമല്ല, പൈസ 100 രൂപ മുടക്കിയാലെങ്കിലും വരണം. പക്ഷെ നിങ്ങൾക്കറിയാലോ, 10,000 അല്ല 17,500 പ്രതിനിധികളായപ്പോൾ ഞങ്ങൾ നിർത്തി. അതിൻ്റെ മീറ്റിങ്ങിൻ്റെ ബാക്കി കാര്യമൊക്കെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്ന കാര്യമാണ്. അതൊക്കെ നെല്ലിക്കലച്ചനോടൊക്കെ ചോദിച്ചു നിങ്ങൾ മനസ്സിലാക്കി. വള്ളച്ചാലച്ചനുണ്ടായിരുന്നു, മാണിയച്ചനുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ നടത്തിയ വലിയ ഒരു കാര്യം. ഇപ്പം നമ്മളുടെ ഈ സഭാ സംവിധാനം സഭയുടെ പാരമ്പര്യത്തെ മാർത്തോമ നസ്രാണി സഭയ്ക്ക്, കത്തോലിക്ക സഭയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻ എന്താ? ഞങ്ങൾ ഇറ്റലിയിലൊക്കെ പഠിക്കുമ്പോൾ ജർമ്മനി കൂടെ ഇങ്ങനെ പോകുമായിരുന്നു. എൻ്റെ ഭാഷ പറഞ്ഞാൽ അലഞ്ഞു തിരിയ, തെണ്ടി നടക്കുമെന്നല്ല, അലഞ്ഞു തിരിയ. എന്നാ ഈ 3 മാസം അവധിയുണ്ട്, നാട്ടിലേക്ക് പോരരുന്ന വള്ളിക്കാൻ പിതാവ് പറഞ്ഞേക്കുന്നത്. പകരം ജർമ്മനിക്ക് പോകും അവധിക്കാല വികാരിമാരായിട്ട്. ഇപ്പം നിങ്ങൾ എവിടുന്നാന്ന് ചോദിക്കുമ്പം ഇന്ത്യയിൽ എന്ന് പറയുമ്പം അവരുടെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇന്ത്യയിൽ എവിടുന്ന? കേരളത്തിൽ നിന്നാണോ? കേരളത്തില് തോമസ് ക്രിസ്ത്യൻ, അവരെങ്ങനെയൊക്കെ അറിയുന്നു? തോമസ് ക്രിസ്ത്യൻ. നമ്മൾ അഭിമാനത്തോടെ പറയുന്നത് വി ആർ നെന്നൻ ഉൺസ് തോമസ് ക്രിസ്ത്യൻ. ഞങ്ങളെ തന്നെ വിളിക്കും തോമസ് ക്രിസ്ത്യാനികൾ. എന്താ തോമസ് ക്രിസ്ത്യാനികളുടെ പ്രത്യേകത? മാർത്തോമ നസ്രാണികളുടെ പ്രത്യേകത അത് നമ്മുടെ സഭയ്ക്കുള്ള കോൺട്രിബ്യൂഷൻ. മലബാറും മലങ്കരയും ഒക്കെ കത്തോലിക്ക സഭയിലെ വ്യക്തിസഭകളാണ്. ആ വ്യക്തി നമ്മുടെ സഭയുടെ തലവൻ അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിൽ, അതിനു മുമ്പ് ആലഞ്ചേരി പിതാവിന്റെ നേതൃത്വത്തിൽ, അതിനു മുമ്പ് വർക്കി പിതാവിന്റെ നേതൃത്വത്തിൽ, അതിനു മുമ്പ് പടിയറ പിതാവിന്റെ നേതൃത്വത്തിൽ നമ്മൾ അടുത്ത കാലത്ത് സഭാ സംവിധാന ഹൈറാർക്കി, ഈ ഹൈറാർക്കിയിലെ നമ്മുടെ പിതാക്കന്മാരോട് ചേർന്ന് സിനോഡിനോടും മാർപ്പാപ്പയോടും ചേർന്ന് നിൽക്കാനുള്ള വലിയ വെല്ലുവിളിയാണ്. അപ്പനെ മാനിച്ചാൽ ചിലപ്പോൾ ചിലർക്ക് നാണക്കേടാന്ന് തോന്നും. നമുക്ക് നാണക്കേടില്ല. നമുക്ക് നമ്മുടെ അപ്പനാണ്. നമ്മുടെ അമ്മയേക്കാൾ സൗന്ദര്യമുള്ള ഒരു അയലോക്കത്തുണ്ട്. എൻ്റെ അമ്മച്ചി കൊടുക്കുന്നത് സാരിയാണ്. പക്ഷേ ചില ചേച്ചിമാര് ചുരിദാർ ഇടുന്നുണ്ട്. എൻ്റെ പെങ്ങന്മാരൊക്കെ ചുരിദാറാണ് ഇടുന്നത്. പക്ഷേ എൻ്റെ അമ്മച്ചി സാരി എടുക്കുമ്പോൾ അമ്മച്ചിയുടെ ഏജുള്ള ചുരുക്കം ചില ചേച്ചിമാരൊക്കെ പുറത്തൊക്കെ നോർത്തിലൊക്കെ പോയിട്ട് ചുരിദാർ ഇട്ടുകൊണ്ടുവരുന്നു. ചിലപ്പോൾ എൻ്റെ അമ്മച്ചിയേക്കാൾ സൗന്ദര്യം അവർക്ക് കാണുമായിരിക്കും, എനിക്കായിട്ട് തോന്നാം. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം എൻ്റെ അമ്മച്ചിക്കാന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് എതിർക്കണേ എടുത്തോ, നിങ്ങളുടെ അമ്മച്ചിക്കാന്ന് നിങ്ങൾ പറഞ്ഞോ. പക്ഷെ ഇവരെല്ലാവരും കൂടെ കൂടുമ്പോൾ, ഈ സഭാ പാരമ്പര്യം എല്ലാം കൂടെ കൂടുമ്പോഴാണ് നമ്മളുടെ നസ്രാണി സമൂഹം. ഒരു പാരമ്പര്യം നശിപ്പിക്കാൻ പറ്റില്ല. 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ പൗരസ്ത്യ സഭകളെ പറ്റിയുള്ള ഡിഗ്രി പറയുന്നു. എൻ്റെ വിഷയം സഭാശാസ്ത്രമൊന്നുമല്ല, തത്വശാസ്ത്ര. ഇതൊക്കെ ചുമ്മാ താല്പര്യം കൊണ്ട് പറയുന്നു. ഓരോ വ്യക്തിസഭയും അവരുടെ പാരമ്പര്യം സംരക്ഷിക്കണം. ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ എടുക്കണം. സീറോ മലബാർ സഭയുടെ പാരമ്പര്യം സീറോ മലബാർ സഭയുടെ കുടുംബ സ്വത്തല്ല, പിന്നെയോ കത്തോലിക്കാ സഭയുടെ സ്വത്താണ്. എന്താ ഈ കത്തോലിക്കാ സഭ എന്ന് പറയുന്നത്? നല്ല സൺഡേ സ്കൂൾ അധ്യാപകരുണ്ട്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, എൻ്റെ പൊതു അസുഖം ഇതാ, ഈ ചോദ്യം നിങ്ങളെ വലിയ ബഹുമാനത്തിൽ നിൽക്കുന്നോടെ, എന്നാൽ ഒരു ചോദ്യം ചോദിക്കാതിരിക്കണം. കത്തോലിക്കാ സഭ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു 2-3 വാക്കിലൊന്ന് പറയാം. ചുമ്മാ നല്ല സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്, ചിലപ്പോൾ പറയാൻ പറ്റും. ഇന്ത്യയിലായിരുന്നു ഞാൻ കുഞ്ഞ് ക്യാഷ് അവാർഡ് പറഞ്ഞാനെ. ഇവിടെ വന്നുവെച്ചാൽ നിങ്ങൾക്ക് കാശ് തരാമെന്ന് അങ്ങോട്ട് പറയാൻ മാത്രം ഔദ്യോഗികമൊന്നും എനിക്കില്ല. യെസ്, എനിക്ക് വന്ന ലിസി ചേച്ചിക്ക് പറയാനൊരു താല്പര്യമുണ്ട്. പറഞ്ഞു ചേച്ചിയുടെ ഇന്റർനാഷണൽ നടിയായിട്ടും പ്രൊഡ്യൂസറായിട്ടൊക്കെ വരുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പേരിൽ ചേച്ചിക്ക് വലിയൊരു കയ്യടി കൊടുക്കണം കേട്ടോ. ചേച്ചിയോടൊപ്പം നിങ്ങൾ ചിലരും 16 പേരിലുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാം ഒത്തിരി അഭിനന്ദിക്കുന്നു. ചേച്ചി പറഞ്ഞു, ഉത്തരം പറഞ്ഞു സമയങ്ങളെ. കത്തോലിക്ക സഭ എന്നത് ഈശോ മിശിഹായിൽ സ്ഥാപിതവും അപ്പസ്തോലന്മാരാൽ സ്ഥാപിതവുമായ തൂണുകളാൽ നിർമ്മിക്കപ്പെട്ട ശ്ലൈകവും സാർവത്രികവും അപ്പസ്തോലികവുമായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന 24 കൂട്ടായ സഭകളുടെ ഒറ്റ രൂപത്തിനെ നമുക്ക് ഒറ്റ വാക്കിൽ കത്തോലിക്ക സഭ എന്ന്. ചേച്ചി നല്ലൊരു ഡെഫിനിഷൻ പറഞ്ഞത്. ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ പാണ്ഡിത്യം മുഴുവൻ വന്നു. എനിക്ക് ഈ നമ്മളൊരു 98 വയസ്സുള്ള അമ്മാമ്മ ചോദിക്കുക, മോളെ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് സിമ്പിൾ ആയിട്ടൊന്നും പറയാം. കത്തോലിക്ക സഭ എന്നാൽ ഈശോ മിശിഹായുടെ ഭൗതിക ശരീരമാണ് എന്നുള്ളത് പറയാം. സ്നേഹത്തിന്റെ കൂദാശയാണ്. അതെന്നാ ശരീരം എന്നൊക്കെ പിന്നെ ചോദിക്കാം. ഓക്കെ ചേച്ചി, സന്തോഷം. വേറെ ആർക്കെങ്കിലും പറയാം? സൺഡേ സ്കൂൾ അധ്യാപകർ അല്ലാത്തവർക്കോ ഒരു 2-3 കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ എന്നാ ഈശോ മിശിഹ സ്ഥാപിച്ചു. ഓക്കെ,
പെട്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്നാ സഭയൊക്കെയാ? മലബാർ, മലങ്കര, മാറോണൈറ്റ്, മെൽക്കൈറ്റ്, എന്നതാ ഇതൊക്കെ? ഇവിടെ 3 ഉള്ളൂ കേട്ടോ. ലത്തീൻ. കുഴപ്പമില്ല, വരത്തില്ല. ഞങ്ങൾക്ക് തത്വശാസ്ത്രക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്, ഒരു ആൻസറും തെറ്റല്ലെന്നേ ഞങ്ങൾ പറയുള്ളൂ. കാരണം എന്നാ, നിങ്ങൾക്കൊരു യുക്തി അതിന്റെ അടിയിലുണ്ടെങ്കിൽ ആൻസർ കറക്റ്റാ. ദർ ഇസ് നോ ദ ആൻസർ എന്നാ ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഞാൻ സിമ്പിളായിട്ട് പറയാം, ഇത്രേ ഉള്ളൂ. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ വ്യക്തിസഭകളുടെ ഒരു കൂട്ടായ്മ, ഇത്രേ ഉള്ളൂ. അത് ഈശോ മിശിഹ സ്ഥാപിച്ചതല്ല, വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ്. അതിൻ്റെ അകത്ത് മലബാർ ഇല്ലാത്തൊരു കൂട്ടായ്മ ശക്തമാവുമോ? ലത്തീൻ ഇല്ലാത്തൊരു ഒരു കൂട്ടായ്മ ഉണ്ടാവുമോ? മലങ്കര സഭ ഇല്ലാത്ത ഒരു കത്തോലിക്ക കൂട്ടായ്മ സ്ട്രോങ് ആവുമോ? ഞാനിന്നലെ സോജനോട് ആരാണ്ട് ഞങ്ങൾ യാത്ര ചെയ്ത് പറഞ്ഞു, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ, എൻ്റെ ഇച്ചാച്ചനെ പറ്റി, അല്ലെ നിങ്ങളുടെ പപ്പായെ പറ്റി, ഇച്ചാച്ചനെ പറ്റി, ചാച്ചനെ പറ്റി എന്തു ആട്ടെ, എൻ്റെ ഇച്ചാച്ചനെ പറ്റി ഞങ്ങൾക്ക് 11 പിള്ളേർക്കും ഒപ്പീനിയൻ ഉണ്ട്. ഒരെണ്ണവും നെഗറ്റീവ് അല്ല. ഞാൻ പറയും, എൻ്റെ ഇച്ചാന് ഡിസിഷനൊക്കെ മേടിക്കുകയും വയ്ക്കുന്നതിൻ്റെ അകത്ത് വളരെ സ്ട്രോങ് ആയിരുന്നു. അപ്പൊ ഒരുപക്ഷെ എൻ്റെ ചേട്ടായി പറയും, അതിന് ഭയങ്കര ധൈര്യമായിരുന്നു. പണ്ടൊക്കെ പാമ്പിനെ കൊല്ലാമായിരുന്നു. അയലോക്കത്തൊക്കെ പാമ്പ് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം ചേട്ടന്മാരൊക്കെ എന്നെ നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോൾ ഫാദർ അങ്ങ് എന്ന് കഴിഞ്ഞാൽ മാറിയിക്കാൻ പറയുമായിരുന്നു. ഫാദർ എന്നെ കൈകാര്യം ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ പെങ്ങന്മാർ പറയിച്ചാൽ ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ കൂട്ടാണല്ലോ, ചിലപ്പോൾ നല്ല വഴക്കൊക്കെ പറയും. പക്ഷേ ഞങ്ങൾക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ സ്നേഹം. ഇതിലേതാ തെറ്റ്? ഇതെല്ലാം ശരിയാ. ഈശോ മിശിഹായെ പറ്റി ഇങ്ങനെയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ 12 അപ്പോസ്തലന്മാർ ഷെയർ ചെയ്തപ്പോൾ അത് യഥാർത്ഥത്തിലുള്ള ഈശോ മിശിഹായെ പറ്റിയുള്ളൊരു പിക്ചർ നമുക്ക് നൽകി. ആ ഈശോ മിശിഹായെ പറ്റിയുള്ള അനുഭവം ഷെയർ ചെയ്യുന്ന സീറോ മലബാർ സഭ അതിൻ്റെ തനിമ പാലിക്കണം. ഒരു സഭയുടെ തനിമ എവിടെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്? മെയിനായിട്ട് അതിൻ്റെ ആരാധനക്രമത്തിലാണ്. നല്ലപോലെ വിശുദ്ധ കുർബാന അങ്ങ് അർപ്പിച്ചു കഴിഞ്ഞാൽ, സോജൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആഘോഷമായിട്ടൊന്നും അർപ്പിച്ചില്ല, എന്നാലും ഒരു 10-45 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പ്രൈവറ്റ് കുർബാനയല്ലേ. അത് കഴിഞ്ഞപ്പോൾ വളരെ ഫ്രഷായി എന്ന് പറഞ്ഞു. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കൂടി പറഞ്ഞതാണ്. എങ്കിൽ പോലും അതൊരു അനുഭവമാണ് അല്ലേ. രാവിലെ ആയിട്ട് നന്നായിട്ട് ഞാൻ രാവിലെ അതിന് കേൾക്കുന്ന ഒരാളാണ്. 12 കാലമൊക്കെ ചിലപ്പോൾ കിടക്കുന്നത്. ചിലപ്പോൾ വാട്സപ്പ് നോക്കുമ്പോൾ അച്ഛന്മാർ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും പള്ളി ഭരണത്തെ സംബന്ധിച്ച്. അന്നേരം ഉത്തരം കൊടുത്തില്ല, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായെന്ന് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ 4-4:30 കേൾക്കും. പോയി വലിയതാവ് തീർച്ചയായിട്ടും അവിടെ കാണും. ഞങ്ങൾ കുർബാനയൊക്കെ ചെല്ലും. നമുക്ക് ഫ്രഷാണ്. പിന്നെ ഇത് എപ്പോഴെങ്കിലും ചെല്ലേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ വിശ്വാസത്തിന്റെ നിറവ് മുഴുവൻ നമ്മുടെ ആരാധനക്രമത്തിലുണ്ട്. അതാണ് നമ്മുടെ ദൈവശാസ്ത്രം. ദ ലോ ഓഫ് ഫെയ്ത്ത് ഈസ് ദ ലോ ഓഫ് പ്രയർ എന്ന് പറയാറുണ്ട്, അല്ല തിരിച്ചും പറയാറുണ്ട്. അപ്പൊ ഈ വിശ്വാസം ഇരിക്കും നന്നായിട്ട് കുർബാന ചൊല്ലാൻ നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ച തലമുറ. എനിക്ക് ഭയങ്കര കൊതി തോന്നുക നിങ്ങളോട്. ഖത്തറിലൊക്കെ ചെന്നപ്പോ കണ്ട് 2500 പിള്ളേർ 4 ഷിഫ്റ്റായിട്ട് വിശ്വാസ പരിശീലനം നടത്തുന്നു. ഇവിടെ വന്നപ്പോഴത്തെ 2500 ഒന്നുമല്ല 3500 പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ നമ്മുടെ കത്തോലിക്കാ സഭ കാണുന്ന എനിക്ക് തോന്നുന്ന ഗൾഫിൽ വന്നെന്നാ തോന്നുന്നു. ഖത്തറിലും UAE-യിലും കുവൈറ്റിലൊക്കെ വരേണ്ടി വരും. ചെറുപ്പക്കാരെ കാണണം ഇവിടെ വരണം. മറ്റേത് ഞങ്ങള് 50-ന് മുകളിലുള്ള 60-ന് മുകളിലുള്ള കുറെ കാർന്നന്മാരുടെ ഒരു സഭയായിട്ട് മാറിയിരിക്കുക. ഇപ്പം നമ്മുടെ പകുതി പിള്ളേര് ജനിക്കുന്നത് യൂറോപ്പിലാണ്. ജനിക്കുന്നത് പോലും ഇവിടെ ജനിച്ചതിന്റെ പകുതിയിലധികം 80% കയറിപ്പോവുക. പോകുന്നതിനൊന്നും എനിക്ക് വിരോധമില്ല. ഇവിടെ അൺഹെൽത്തി മൈഗ്രേഷൻ ഇസ് എ ഡിസാസ്റ്റർ. നിങ്ങളെപ്പറ്റി എനിക്ക് വലിയ പ്രതീക്ഷ, നിങ്ങൾ ഒരു കാലത്ത് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ. പണ്ട് നമുക്കുള്ള ഏറ്റവും വലിയ കാര്യം നസ്രാണിക്ക് അഭിമാനബോധമായിരുന്നു. ഇപ്പൊ അഭിമാനബോധം മാറിയിട്ട് ദുരഭിമാനമാണ്. മോനെവിടെയോ? അമേരിക്കയിലോ കേട്ടോ. പിന്നെ മോള് കാനഡയിലാ. കൊച്ചുമോൻ കാനഡയില. എവിടെയാ? അവിടെ ഒരു ടണലിൻ്റെ അകത്ത് ടർപ്പോളിനും ഒക്കെ കെട്ടി താമസാ. ഇതുപോലെ ഇവർ കാണുന്നുണ്ടോ? അവൻ്റെ അവിടുത്തെ ജോലി എന്നതാണ്. അപ്പൊ ഈ അൺഹെൽത്തി മൈഗ്രേഷൻ, ഞാൻ അവിടെ കാരണന്മാരോട് പറയുന്ന ഒരു 3-4 പിള്ളേരെ വളർത്ത് 2 പോട്ടെ, അമേരിക്കയിലോ UK-യിലോ എവിടെയാന്നാ പോട്ടെ, ഒരു 2 നാട്ടിൽ കാണുമല്ലോ. അപ്പനും അമ്മയ്ക്കും കൂട്ടറായിട്ട് ആരെങ്കിലും വേണ്ടേ? കത്തോലിക്കാ സഭയിൽ ഞങ്ങൾക്ക് പ്രസംഗം പറഞ്ഞാൽ കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ? പള്ളിയിലൊക്കെ ഒന്ന് തട്ടിവിടുമ്പോൾ ആരെങ്കിലും വേണ്ട കേൾക്കാനായിട്ട്? ഒന്നും ഇല്ലാത്ത കാലം വരും. പറ്റുമെങ്കിൽ അതിനകത്ത് ഒരെണ്ണത്തിന് അച്ഛനോ സിസ്റ്ററോ ആക്കണം. പല ദൈവങ്ങളുടെ തറവാടാന്നും പറഞ്ഞ് ഏമ്പക്കം വിട്ടിരുന്നാ പോരാ, അവിടെ ആള് വേണം. ഈശോ മിശിഹായ്ക്ക് വേണ്ടിയിട്ട് ധൈര്യപൂർവ്വം മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സും വേണം. അച്ഛന്മാരും ഇഷ്ടം പോലെ ഉണ്ട്. മെത്രാന്മാരുടെ തറവാട് എന്നാ പറയുന്നത്, ഒക്കെ ശരിയാ. പഴയ വീരസ്യൊക്കെ പറഞ്ഞാൽ പോരാ. ഇവിടെ ആൾക്കാർ വന്ന്, അച്ഛാ ഈ ഫെബ്രുവരി മാറ്റയില്ലേ? ഊഹ, നല്ലൊരു അച്ഛനെ തന്നെ കേട്ടോ.
കൊള്ളാവുന്ന ഒരു നല്ല 2 അച്ഛന്മാരുടെ പേരെന്ന് പറഞ്ഞൊരു 486 അച്ഛന്മാരുടെ ലിസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞേക്കാൻ പറയും. അച്ഛാ അത് നമ്മുടെ സ്വന്തം വീട്ടിൽ വല്ല അച്ഛന്മാരുണ്ടോ? ഒരാളുണ്ട് അച്ഛാ. അതോ അത് വേണ്ട അച്ഛാ, സ്വന്തം വീട്ടിലെ വേണ്ട. പൊന്നു സഹോദരങ്ങളെ, ഞങ്ങൾക്ക് ഒത്തിരി ന്യൂനതയുണ്ട്. നെല്ലിക്കലൊന്നും കുഴപ്പമില്ല, എനിക്കൊക്കെ ന്യൂനതയുണ്ട്. പറഞ്ഞ കേട്ടോ, ഞങ്ങൾക്കൊക്കെ ന്യൂനതയുണ്ട്. ഞങ്ങളുടെ ന്യൂനതകളെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. എപ്പോഴാ ചോദ്യം ചെയ്യേണ്ട? നാക്കുകൊണ്ടല്ല, നല്ല മക്കളെ കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളുടെ ഈ ഡിസംബർ 28 ഒരുമിച്ച് നമ്മുടെ പട്ടാന്നൊക്കെ അറിയായിരിക്കും ജൂബിലി പ്രമാണിച്ച്. നമ്മുടെ ജൂബിലി വർഷമാണെന്ന് അറിയാലോ അല്ലേ? 74 കഴിഞ്ഞ് 75 ഇപ്പൊ. അതുകൊണ്ട് 12 പേർക്ക് ഒരുമിച്ച് പട്ട, 12 സ്ത്രീയന്മാരെ വാഴിക്കുക. 500 എത്തുന്ന ഞങ്ങൾ ഓർത്ത നമ്പർ വ്യക്തിയല്ല. അതിൻ്റെ ഇടയ്ക്ക് 8-10 അച്ഛന്മാർ പടുപടന്ന് മരിച്ചുപോയി. വരുന്ന വർഷം ഒരു 18 പേരുണ്ട്. അതിലെ ഞങ്ങളുടെ പ്രതീക്ഷ 500. പാലാരൂപതയ്ക്ക് 500 വൈദികർ. ഞങ്ങൾ ചങ്ങനാശ്ശേരിയെ വെല്ലുവിളിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇപ്പം 500 കൂടുതലുണ്ട്. പക്ഷേ വരുന്ന വർഷം ഞങ്ങൾ നോക്കുന്നുണ്ട്, കുഴപ്പമില്ല. ചങ്ങനാശ്ശേരി വളരെ വിശാലമായ 5 ജില്ലകളും മിഷനും എല്ലാം ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അവിടെ ഉണ്ട്. ബാക്കി ഫസ്റ്റ് ചങ്ങനാശ്ശേരി, സെക്കൻഡ് പാല. ഈ ഡീക്കന്മാർക്ക് ഞാൻ ക്ലാസ് എടുക്കുവേ, അവർക്ക് പട്ടത്തിന് മുമ്പ്. ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവരുടെ പേരൻസിനും എടുത്തു. അത് കഴിഞ്ഞ് 2 മണിക്കൂർ പേരൻസിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുള്ള പിന്നെ എന്നാ ആകുലത തീരുവല്ല, ഇനി തുടങ്ങുക. ഇത്ര നാൾ മോൻ അച്ഛനായില്ലല്ലോ എന്നാ, ഇനി ഇവൻ ആരാകും എന്നുള്ള വലിയ പേടി. പട്ടം കിട്ടിക്കഴിഞ്ഞാൽ ചിലർ പട്ടത്തിന്റെ കയറങ്ങ വെട്ടും. പിന്നെ ഈ നൂലില്ലാത്ത പട്ടമാണ്. അതാ നമ്മൾ ചില രൂപത കാണുന്നത്. നൂലില്ലാത്ത പട്ടങ്ങളെല്ലാം കൂടെ കൂട്ടിയിടിച്ച് തകർന്നാലത്തെ ഒരവസ്ഥ. അത് എവിടെയാന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഈ പട്ടമില്ലാത്ത അല്ലെങ്കിൽ ചരടില്ലാത്ത പട്ടക്കാരൻ എന്ന് പറയുന്ന ഒരു ദുരന്തമാണ്. നിലപാടുകളില്ലാത്ത ക്രിസ്ത്യാനിയും ദുരന്തമാണ്. ക്രിസ്ത്യാനിയുടെ നിലപാട് എന്താണ്? ഈശോ മിശിഹായുടെ നിലപാടാ. നിലപാടില്ലാത്ത ശിഷ്യൻ, ക്രിസ്ത്യാനി, ഈശോ മിശിഹായ്ക്ക് ഒരു ദുരന്തമാണ്. നിലപാടുകൾ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല, പക്ഷെ നമ്മളത് നിലപാട് പറയേണ്ട രീതി പറഞ്ഞു. എൻ്റെ സുഹൃത്തുക്കൾ പലരും ഇടിപ്പുണ്ട്, അവർക്ക് തന്നെ അറിയാം. ഞാൻ പണ്ട് നിലപാട് പറയുമായിരുന്നു, അച്ഛാ നടക്കിയല്ല, ചേച്ചി നടക്കിയല്ല. ഇപ്പം ഞാൻ അങ്ങനെ പറയുകയല്ല. പണ്ട് 1 മിനിറ്റ് കൊണ്ട് ഞാൻ കാര്യം തീരുമാനിക്കുന്ന വളരെ സ്മാർട്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പറയുന്നത്, അച്ഛാ പറഞ്ഞോ അച്ഛാ. അച്ഛൻ 5 മണിക്കൂർ പറഞ്ഞ് അരമണിക്കൂറിന് അരമനയിൽ ആരും ഏക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് വിവരം പറഞ്ഞിട്ട് പോകാൻ വന്ന അച്ഛൻ അരമണിക്കൂറിന് വന്നേ. അച്ഛൻ 5.5 മണിക്കൂറായിട്ടും പോകുന്നില്ല. അച്ഛന് പറയാനുള്ള മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ പറയാം, അച്ഛാ ഈ നിയമം വെച്ച് നമുക്ക് ഇത്രയും ചെയ്യാം. നിയമം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, നിയമത്തിൻ്റെ അകത്ത് നിന്ന് ചെയ്യാവുന്നൊക്കെ ചെയ്തു തരാം. ഞാൻ ചെയ്തു കൊടുക്കും. ചിലപ്പോൾ ഇതാനോട് പറഞ്ഞു, പിതാവേ അച്ഛൻ ഇച്ചിരി ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു, പിതാവ് ജസ്റ്റ് പുള്ളിനെ ഒന്ന് വിളിച്ച് ചുമ്മാ ഒന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പൊ പിതാവിന് വലിയ കാര്യമാണ്. അപ്പൊ ഞാൻ ഈ 5 മണിക്കൂർ എടുക്കുമ്പോൾ ഗുണം എന്നാന്നറിയോ? ചിലപ്പോൾ തീരുമാനം എതിരാണെങ്കിൽ പോലും ആ അച്ഛന് വിഷമമില്ല, അല്ല ആ ചേട്ടന് വിഷമമില്ല, ചേച്ചിക്ക് വിഷമമില്ല. അപ്പൊ ഞാൻ പറയും, പണ്ട് എനിക്ക് അറിവുണ്ടായിരുന്നു, ഇപ്പോൾ തിരിച്ചറിവ് കൂടി ഉണ്ടായിട്ടുണ്ട്. തിരിച്ചറിവേ നമ്മളെ രക്ഷിക്കുകയുള്ളൂ. പ്രായമാകുമ്പോൾ കഴുതയ്ക്കും എനിക്കും ഒരേപോലത്തെ അനുഭവമല്ല വേണ്ടേ. കഴുതയ്ക്ക് തിരിച്ചറിവ് ഉണ്ടാകിയല്ല, തടത്തിലച്ഛനല്ലേ, നെല്ലിക്കലച്ഛന് അല്ലെ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് തിരിച്ചറിവുണ്ടാകും. മനുഷ്യരോട് പറയേണ്ട പോലെ നമ്മൾ പറയുമ്പോൾ വലിയ വ്യത്യാസമാണ്. അവൻ ചെയ്തത് മുഴുവൻ മണ്ടത്തരായിരിക്കും, അല്ലെ ഇരുന്ന പള്ളി പ്രശ്നമായിരിക്കും, അല്ലെ പള്ളിയിൽ അച്ഛനെതിരെ പരാതിയായിട്ട് വന്നേക്കുന്ന സെറ്റായിരിക്കും. നമ്മളൊന്ന് കേട്ടു, സംസാരിച്ചു. അവിടെയൊക്കെ നമ്മുടെ ടാർഗറ്റ് എന്താണ്? സീറോ മലബാർ സഭയും കത്തോലിക്ക സഭയ്ക്കും അപമാനം ഉണ്ടാക്കാത്ത രീതിയിൽ പരിഹരിക്കണം. നമുക്കിവിടെ നഷ്ടങ്ങളേ ഉള്ളൂ. നല്ല ക്രിസ്ത്യാനിക്ക്, നല്ല അച്ഛനും നല്ല സിസ്റ്ററിനൊക്കെ നഷ്ടമേ ഉള്ളൂ. സഭയ്ക്ക് വേണ്ടി നിന്നാ എന്നാ കിട്ടുന്നേ? പണ്ട് പലരും ചോദിക്കുന്നൊരു കേസാണ്. ഇപ്പോഴും അതെ, പുതിയ ഇടവുകൾ വരുമ്പോൾ നിങ്ങളുടെ പേരൻസൊക്കെ പുതിയ ഇടവ്, പാലായിൽ ഇപ്പം അധികം പുതിയ ഇടവ് വരുന്നില്ല, 171 അങ്ങനെ നിൽക്കുകയാണ്. കിഴക്കൻമേട്ടിലൊക്കെ ഡീമൈഗ്രേഷൻ തുടങ്ങിയോണ്ട് ചില ഇടവുകളൊക്കെ ഗ്രാജുവലി കമ്പൈൻ ചെയ്യേണ്ടിയൊക്കെ വന്നാൽ ഇപ്പൊ സെൻട്രൽ പാലായിലൊക്കെ നമുക്ക് ചില ഇടവുകളെ വേണമെങ്കിൽ, കൊറലങ്ങാടൊക്കെ വേണമെങ്കിൽ ഒരു 3200 എന്നുള്ളതൊക്കെ വേണമെങ്കിൽ ഒരു 5-6 ഇടവകയാക്കാം. ആക്കിയല്ല, കാരണം അവിടെ അതുപോലത്തെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുള്ളതുകൊണ്ട് ഞങ്ങൾ 4 സോണാക്കി. പക്ഷേ ഈ ആളുകളെല്ലാം നമുക്ക് കൊണ്ടുവരേണ്ട കാര്യം ഈ പറയുന്ന സഭയുടെ ബോധ്യത്തിലേക്ക്, സഭ എന്താണ് ജീവിക്കാൻ. ഞാൻ ഈ പറഞ്ഞ ചില ഇടവുകൾ വന്നപ്പോൾ നിങ്ങളുടെ പേരൻസോലോ നിങ്ങളോ ഒക്കെ സ്ഥലം കൊടുത്തു. പള്ളിയിൽ ആളെ വെക്കാൻ പറ്റാത്ത അവിടുത്തെ ചേച്ചി സ്വന്തം വീട്ടിൽ വേലക്കാരത്തെയാണ് മുറ്റം അടിക്കുന്നത്, പക്ഷെ ചേച്ചി വന്ന് പള്ളി മുറ്റം അടിക്കും. ചേട്ടൻ വന്ന് പള്ളിയുടെ കൃഷിപ്പണി നോക്കും. അവർക്ക് പണിക്കാറില്ല, പക്ഷെ ഇവിടെ വന്ന് അവരാ ചെയ്യുന്നത്. ചിലപ്പോൾ അച്ഛന് ഫ്രീ ഭക്ഷണം പോലും കൊടുക്കും. പിന്നീട് ചിലപ്പം തിരിച്ചു വരുമ്പോൾ ബിബ്ലിക്കലി പറഞ്ഞാൽ
ജോസഫിനെ അറിയാത്ത ഫറവോ വന്നപ്പോൾ ചിലപ്പോൾ പണി മാറും. ഒരു വിചാരിച്ചല്ല, രണ്ട് വിചാരിച്ചല്ല, മൂന്നാമത്തെ വിചാരിച്ച താൻ ആരാ, എങ്ങോട്ടാ കയറി പോകുന്നതെന്ന് ചോദിച്ചു. ആ ചേട്ടൻ ഈ പള്ളിമുറി കൂടെ നടന്ന് മുഴുവനും ചെയ്തുകൊണ്ടിരുന്ന ചേട്ടനാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചു, താൻ ആരാ, ഇവിടെ കയറണ എൻ്റെ അനുവാദം വേണം. അച്ഛൻ പറഞ്ഞ് ശരിയാണ്, പുതിയ അച്ഛൻ ഈ ഇദ്ദേഹത്തെ അറിയത്തില്ല, പേരറിയാം, പക്ഷെ ഇദ്ദേഹം ആരാന്നറിയത്തില്ല ഈ ഇടവകയ്ക്ക്. അപ്പൊ ചിലപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ദുഃഖത്തോടെ കണ്ണുനീരോടെ പടിയിറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ആ ചേച്ചി മുറ്റടിച്ചുകൊണ്ടിരുന്ന ചേച്ചിയാണ്, ഒരു പൈസയും മേടിക്കാതെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ഭക്ഷണം അച്ഛൻ ഫ്രീ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അച്ഛൻ്റെയും കുഴപ്പമല്ല, കാരണം അച്ഛൻ ഇവരെ പേരറിയാം, പക്ഷെ ഇവർ ഇടവകയ്ക്ക് ആരായിരുന്നു എന്നറിയണമെന്നില്ല. അല്ല വേറെ ചിലർ പറയും അവൻ്റെ ഒന്നും പേര് ഇവിടെ എഴുതി വെക്കാൻ പറ്റിയല്ല. ചിലപ്പോൾ ഡൊണേഷൻ ചെയ്ത കൊടിമരം പേരൊന്ന് എഴുതി വയ്ക്കുമ്പോഴത്തേക്കും അയാൾ 5 ലക്ഷം രൂപ മുടക്കി ആ പേരൊന്ന് എഴുതിയേക്കാം, അന്നേരം ഒരു പൈസ കൊടുക്കാത്ത പേരൊന്നും ഇവിടെ എഴുതാൻ പറ്റില്ല. ഞാനൊരു ഇടവക ചെന്നപ്പോൾ അവിടെ മോണ്ടളം പണത് ഒക്കെ ഇവിടെ ഇരിക്കുന്നവർക്കറിയാം. മോണ്ടളത്തിന്റെ ഫ്രണ്ടിൽ പൈസ തന്ന് തിരുനാൾ നടത്തിയപ്പോൾ ഞാൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ. അവരോട് ഞാൻ പറഞ്ഞു, പൈസ തരാമോ, തിരുനാളിന് ഇച്ചിരി പൈസ ഇടവയ്ക്ക് വേണ്ടി കൊടുത്തരണം. അവർ തന്നു, പേരെഴുതി വെച്ചു. അച്ഛാ പേരെന്നോട് ഞാൻ ചോദിച്ചു, കർത്താവിശ്വംശയുടെ ദേവാലയത്തിൽ വേറെ ആരുടെയും പേര് പറ്റിയല്ല. പറഞ്ഞ മഹാനോട് ഞാൻ ചോദിച്ചു, ചേട്ടൻ ഈ സുവിശേഷം പള്ളിയിൽ വായിക്കുന്നത് കേട്ടിട്ടുണ്ടോ? പള്ളിയിൽ വായിക്കുമ്പോൾ ആദ്യം ഇന്ന സുവിശേഷം എന്ന് പറഞ്ഞാൽ ആദ്യം ആരുടെ പേരാ പറയുന്നത്? ഈശോമിശിഹായുടെ സുവിശേഷം എന്നാണോ പറയുന്നത്? പിന്നെ എങ്ങനെയാ പറയുന്നത്? യെസ്, വിശുദ്ധ മത്തായി അറിയിച്ച. അപ്പം ജോസൂട്ടി തന്ന മോണ്ടളം, അത്രേ ഉള്ളൂ. അതിന് കിടന്നുകൊണ്ട് കാശ് മുടക്കാത്ത ഉലുന്തോളജിയിൽ PhD എടുത്ത ഒരു മുങ്ങിയിട്ട് കാര്യമുണ്ടോ? ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന് ലുപ്തായിരുന്നു പണി, ഞാൻ ഉലുന്തോളജി എന്ന് പേരിട്ട് അതിൽ PhD എടുത്തിരിക്കുക. കാശ് ഇടവയ്ക്കല്ല, ഒരു മനുഷ്യനും കൊടുക്കുകയല്ല, ഇത് മുഴുവൻ ഇടും. അവസാനം ഏതെങ്കിലും കോവിഡ് വന്ന് മൊത്തം ബാങ്കിൽ കിടക്കുകയുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് കൊടുക്കുന്നവൻ്റെ പേരെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടോ? പ്രിയപ്പെട്ടവർ, ഞാൻ അങ്ങനെ കുറേ കാര്യം ഷെയർ, ഒത്തിരി സമയം എടുത്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പാലക്കാർക്കൊരു അഭിമാനബോധമുണ്ട്. നമ്മളീ പറഞ്ഞ പോലെ ആരും ബുദ്ധിമുട്ടിക്കല്ല, പക്ഷെ ആരും അറിയാതെ പറ്റുമെങ്കിൽ ചെയ്യുന്നവരാണ്. ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഈ കൂട്ടായ്മകളിൽ ഇങ്ങനെ ഒരുമിച്ച് വരിക, വർത്തമാനം പറയുക, പരസ്പരം പരിചയപ്പെടുക, അതാണ് ഏറ്റവും വലിയ. ഒരുമിച്ചായിരിക്കുക എന്നുള്ള അനുഭവത്തിലേക്ക് വരട്ടെ. സീറോ മലബാർ സഭയുടെ അഭിമാനമായിട്ട് നിലപാടുകളൊക്കെ എടുത്ത് വ്യക്തമായിട്ട് നിൽക്കുന്ന നമ്മുടെ രൂപതയാണ് പാല. അവിടെ മാർപ്പാപ്പായുടെയും സിനഡിൻ്റെയും തീരുമാനത്തിന് അപ്പുറത്തേക്ക് ഒരു തീരുമാനമില്ല. ആ സിനഡിൻ്റെ അല്ലെങ്കിൽ ആ രൂപത സഭയുടെ ഭാഗമായ പാലാ രൂപതക്കാരെന്ന് പറയും. എനിക്ക് തോന്നുന്നില്ല നമുക്കാർക്കും നാണം കണ്ട കാര്യമില്ല. പാലാ രൂപതയിൽ അഭിയുന്ന പിതാവിൻ്റെ പേര് പറഞ്ഞാൽ പാലാ രൂപതക്കാരാന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും ഒരു വലിയ അഭിമാനമാണ്. ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ എൻ്റെ ഇടവകയുടെ വരുന്നത് എവിടുന്ന് ചോദിച്ചാൽ ഞാൻ പാല. എൻ്റെ ഇടവക പാലാടെ അങ്ങ് പടിഞ്ഞാറേറ്റ, അവിടെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് പാല എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു ഇറ്റ് ഈസ് എ ലെഗസി ആൻഡ് എ ഹെറിറ്റേജ്. ഒരു ലെഗസി നമുക്കുണ്ട്, ഒരു ഹെറിറ്റേജ് നമുക്കുണ്ട്. അത് വിശ്വാസ പാരമ്പര്യത്തിൻ്റെയാണ്. അത് നമ്മുടെ അതിരൂപതയോട് ചേർന്ന്, നമ്മുടെ കൂട്ടായ്മയോട് ചേർന്ന്, നമ്മുടെ സഭയോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. ഞാൻ പ്രിയപ്പെട്ട ചങ്ങനാശ്ശേരി എന്നുള്ള സഹോദരങ്ങൾക്ക് ഒത്തിരി നന്ദി പറയുന്നു, അവരുടെ വലിയ പ്രസൻസിന്. ഞാൻ നിങ്ങളോട് കൂടുതൽ സമയം എടുത്തെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒന്നുചേരാനായിട്ടുള്ള വലിയ സന്മനസ്സിന് മാതാപിതാക്കന്മാരും മക്കളും കൂടി ഒരുമിച്ച് വൈകുന്നേരം കൂടുമ്പോൾ പണ്ടുണ്ടായിരുന്ന നമ്മുടെ കുടുംബങ്ങളിലെ വലിയൊരു അനുഭവമുണ്ട്. ആ അനുഭവത്തിൻ്റെ മറ്റൊരു അനുഭവം ഒരു വേദിയാണ് പാലായിൽ നിന്ന് ഉള്ള നമ്മുടെ നസ്രാണി ക്രിസ്ത്യാനികൾ ഈ UAE ഉള്ളവർ ഒരുമിച്ച് കൂടുന്നു എന്നുള്ളത്. ആ വലിയ സ്നേഹവും നിങ്ങളുടെ താല്പര്യം തുടരട്ടെ. ഒറ്റ കാര്യം ഞാൻ പറയുന്നു, യുണൈറ്റഡ് വി സ്റ്റാൻഡ് ആൻഡ് ഡിവൈഡഡ് വി പെരിഷ്. അതാണല്ലോ സെയിങ്, യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി പെരിഷ്. ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് നിലനിൽപ്പുള്ളത്. വിഭജിതരായാൽ തീരുകയാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന മറ്റൊരു കാര്യമാണ്, ദ സ്ട്രെങ്ത് ഓഫ് എ ചെയിൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്ട്രെങ്ത് ഓഫ് ഇറ്റ്സ് വീക്കസ്റ്റ് ലിങ്ക്. ഒരു ചങ്ങലയുടെ ബലം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ബലഹീനമായ കണ്ണിയുടെ ബലമാണ്. എൻ്റെ വീട്ടിലെ സഹോദരങ്ങളിൽ ആരെങ്കിലും ഒരാൾ ദുർബലനാണെങ്കിൽ അല്ലെങ്കിൽ ദുർബലയാണെങ്കിൽ ആ കണ്ണിയാണ് എൻ്റെ ചങ്ങലയുടെ ബലം. അതിൽ കൂടി ബലമില്ല. കാരണം ആ കണ്ണി പൊട്ടിയാൽ നമ്മൾ പറയുന്നത് എന്നാന്നാ, കണ്ണി പൊട്ടിയെന്നല്ല, പിന്നെയോ ചങ്ങല പൊട്ടിയെന്ന്. നമ്മുടെ ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ ദുർബലരാകാൻ നമ്മൾ അനുവദിക്കില്ല. നല്ല കുടുംബത്തിൽ അവർക്കൊരാവശ്യം വന്നാൽ നമ്മൾ പരസ്പരം പറയാതെ അവരെ സഹായിക്കും. അതേ ഒരു ചാരിറ്റി, ഒരു കൂട്ടായ്മ, ഒരു സ്പിരിറ്റ്.
ചില പൈസ ഒന്നും വേണ്ടെന്നേ, ഒരു ബൂസ്റ്റ് മതി, വാക്ക്. അത് പോട്ടറാ അല്ലെ പോട്ടറി, അത് നമുക്ക് ശരിയാക്കാന്നേ. എന്നാ വേണ്ടേ, ഞങ്ങൾ ചെയ്യാം. വലിയ ബലമല്ലേ? ഞങ്ങൾ ചില ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാവുന്ന വലിയ ബൂസ്റ്റ് ഇതാവേ, അതൊക്കെ ഇഗ്നോർ ചെയ്തേര്, ആ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം. വലിയ സന്തോഷമല്ലേ? നമ്മുടെ കാരണവന്മാരുടെ നമ്മളതല്ല പറയുന്നത്. ഞങ്ങൾ നോക്കട്ടെ, പറ്റിയില്ലെങ്കിൽ നമുക്ക് ഓക്കെ. വലിയ ബലമാണ് ആ കൂട്ടായ്മ, ആ സഹോദര്യം, സ്നേഹം നിങ്ങൾ തമ്മിൽ ഉണ്ടാകട്ടെ എന്നുള്ള വലിയ ആശംസയോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സ്നേഹത്തോടും കൂടി നമ്മുടെ ഈ മീറ്റ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. തിരി തെളിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മിറ്റി അംഗങ്ങളോടും മറ്റ് പ്രവാസി ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള പ്രതിനിധികളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ തറവാട്ടിൽ നിന്ന് വന്നവരെ നമ്മൾ ഒന്ന് സ്വാഗതം ചെയ്തിരുന്നു. അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പ്രവാസി അപ്പസ്തലേറ്റ് ചങ്ങനാശ്ശേരിയുടെ ഗ്ലോബൽ കോർഡിനേറ്റർ ശ്രീ ജോ കാവാലം, അദ്ദേഹത്തെ പ്രത്യേകമായിട്ടൊന്ന് സ്വാഗതം ചെയ്യാം. അതുപോലെ പ്രവാസി അപ്പസ്തലേറ്റ് ചങ്ങനാശ്ശേരിയുടെ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ ബിജു മട്ടാഞ്ചേരി, അതുപോലെ പ്രവാസി അപ്പസ്തലേറ്റ് ചങ്ങനാശ്ശേരിയുടെ UAE കോർഡിനേറ്റർ ജോർജ് മീനത്ത് കോണിൽ. ബഹുമാനപ്പെട്ട തടത്തിലച്ഛൻ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആയിരിക്കുന്നതിൽ ഒന്നിച്ചായിരിക്കുവാൻ നമ്മോട് പങ്കുവച്ച വാക്കുകൾ ഞങ്ങളും ഏറ്റെടുക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന് PDMA UAEയുടെ പേരിൽ നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് വയലിൻ ആലപിക്കാനായിട്ട്, വയലിനിലൂടെ നമുക്കൊരു പാട്ട് പാടി തരാനായിട്ടായി റോസ് ആൻഡ് ജോൺ ഇവിടെയുണ്ട്.
ഏറെ ആദരണീയനായ തടത്തിലച്ച, സ്നേഹമുള്ള വിശിഷ്ടാതിഥികളെ, പാലാ രൂപതയുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 1986 കത്തീഡ്രൽ ഇടവകയിൽ ജനിച്ച് 2015 പൗരോഹിത്യം സ്വീകരിച്ച് 2020 വരെ ഗുജറാത്തിലെ ആനന്ദിൽ വിശുദ്ധ അൽഫോൻസാമയുടെ പേരിലുള്ള പള്ളിയുടെ പ്രീസ്റ്റ് ഇൻചാർജ് ആയിരുന്ന, ഇപ്പോൾ ഗുജറാത്തിലെ തന്നെ ഭറൂച്ചിലെ സെന്റ് തോമസ് ചർച്ചിന്റെ വികാരിയായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ ജോർജ് നെല്ലിക്കൻ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 9ാം വർഷം പൂർത്തിയാക്കുകയാണ് ഡിസംബർ 31-ാം തീയതി. നല്ലൊരു വാഗ്മിയും ഗായകനും ഏറെ കർമ്മോത്സുകനുമായ അദ്ദേഹം ഇപ്പോൾ പാലാ പ്രവാസി അപ്പോസ്തലറ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കൂടെ സേവനം ചെയ്യുന്നു. ആ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണുള്ളത്. കൂടാതെ കൊല്ലംപറമ്പിൽ പിതാവിന്റെ സെക്രട്ടറി ആണെന്നുള്ള ഒരു മഹനീയ ഉത്തരവാദിത്വം കൂടെ അദ്ദേഹത്തിനുണ്ട്. നമ്മുടെ പ്രവാസി അപ്പോസ്തലറ്റിന്റെ ഡയറക്ടറായിരിക്കുന്ന വെള്ളച്ചാലിൽ അച്ഛൻ ഇന്ന് വരാൻ സാധിക്കാത്തതിനാലാണ് നെല്ലിക്കൻ അച്ഛന് ഈ ഒരു ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കേണ്ടി വന്നത് എന്ന് അറിയിച്ചുകൊള്ളട്ടെ. പറഞ്ഞാൽ തീരില്ല, അത്രയുമുണ്ട് നെല്ലിക്കൽ അച്ഛൻ്റെ ഉത്തരവാദിത്തങ്ങൾ. ചെറിയ കാര്യങ്ങളിൽ വിശ്വസനായിരിക്കുന്നവന് വലിയ കാര്യങ്ങളിൽ ഭരമേൽപ്പിക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ ജോലി ചെയ്തു തീർത്താൽ നിനക്ക് അടുത്ത ജോലി ഉടനെ തന്നെ തരാം എന്ന് നാം കേട്ട് തഴമ്പിച്ചിരിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഉള്ള കാര്യമാണ് അച്ഛൻ്റെ കാര്യം പറഞ്ഞാൽ. തനിക്ക് കിട്ടിയിരിക്കുന്ന ഓരോ ജോലിയും വളരെ ഭംഗിയായി നിർവഹിക്കുന്ന, വളരെ ലാളിത്യവും പരസേവനവും കൈമുതലാക്കി വളരെ ലാളിത്യത്തോടുകൂടി ജീവിക്കുന്ന, സമർപ്പ ജീവിതത്തിലൂടെ സ്വയം ഉരുകിത്തീർന്ന് ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി തീരുവാൻ പ്രയത്നിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നെല്ലിക്കൽ അച്ഛനെ മാർ തോമാസ് ലീഹായുടെ സുവിശേഷവൽക്കരണത്തിലൂടെ നസ്രാണികളായി തീർന്ന നമുക്ക് ഏറെ നിറഞ്ഞ കരഘോഷത്തോടെ, സന്തോഷത്തോടെ, ആഹ്ലാദത്തോടു കൂടി കൈയടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നെല്ലിക്കൽ അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ബെന്നിച്ചേട്ടൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പെരിയ ബഹുമാനപ്പെട്ട തടത്തിലച്ച, PDMA UAE കോർഡിനേറ്റർ പ്രിയപ്പെട്ട സാജു ചേട്ട, ചങ്ങനാശ്ശേരി പ്രവാസി അപ്പസ്തോലിൻ ഗ്ലോബൽ കോർഡിനേറ്റർ ശ്രീ ജോ കാവാലൻ സാർ, മറ്റ് അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ബെന്നിച്ചേട്ടൻ പറഞ്ഞതുപോലെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് നിങ്ങളോടുകൂടി ആയിരിക്കുവാനായിട്ട് എനിക്കൊരവസരം കിട്ടിയത്. PDMA UAEയുടെ ആദ്യത്തെ കുടുംബ സംഗമത്തിൽ, അതായത് കഴിഞ്ഞ വർഷം PDMAയുടെ ഡയറക്ടർ വെള്ളച്ചാലിൽ അച്ഛനെ അനുഗമിക്കുവാനായിട്ട് ഭാഗ്യം എനിക്ക് ലഭിച്ചുവെങ്കിൽ, രണ്ടാമത്തെ കുടുംബ സംഗമത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന സീറോ മലബാർ സഭ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ആർച്ച് പ്രീസ്റ്റായ, ഇപ്പോൾ പല രൂപതയുടെ പ്രോട്ടോസിഞ്ചലൂസ് ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട തടത്തിലച്ഛനെ അനുഗമിക്കുവാനായിട്ട് എനിക്ക് ഇടയായിരിക്കുകയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ വർഷം നിങ്ങളോടുകൂടി ആയിരിക്കുവാനായിട്ടുള്ളൊരു ഭാഗ്യം ലഭിക്കുമെന്ന്. ഭാഗ്യമെന്ന് വിശേഷിപ്പിക്കുന്നത് കാരണം സങ്കടകരമായ കാര്യമാണ്. ഡയറക്ടർ അച്ഛൻ പങ്കെടുക്കുന്നതായിരുന്നു അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഞായറാഴ്ച ഒരുപാട് തിരക്കുകളൊക്കെ ഉള്ള ദിവസമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. തിരക്കുകൾ ഒരുപാടുള്ള ദിവസമാണ് ഞായറാഴ്ച. അങ്ങനെ തിരക്കുകൾക്കൊക്കെ ശേഷം മുറിയിൽ വന്നു കഴിഞ്ഞപ്പോൾ സോജിൻ ചേട്ടൻ്റെ ഒരു മെസ്സേജ് ഇങ്ങനെ കിടപ്പുണ്ട്, വോയിസ് മെസ്സേജ്. പാസ്പോർട്ട് പൊടിയൊക്കെ പിടിച്ചിരിക്കുവാണെങ്കിൽ ഒന്ന് പൊടി തട്ടി എന്ന് വെച്ചേക്കാൻ പറഞ്ഞോട്ട്. അപ്പം ഞാനോർത്ത് ക്യാഷ്വലായിട്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും തമാശയൊക്കെ എനിക്ക് അയക്കുന്ന, അപ്പം ഞാനൊരു സ്മൈലിയൊക്കെ അയച്ചു. എന്നിട്ട് പിന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ യൂത്ത് വന്നായിരുന്നു, അവരുടെ കൂടെ ഓരോ കാര്യങ്ങൾക്കായിട്ടൊക്കെ അങ്ങ് പോയി. അപ്പം അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സാജു ചേട്ടൻ്റെ ഒരു വോയിസ് മെസ്സേജ് വന്നു. അച്ഛാ, വെള്ളച്ചാലിൻ്റെ അച്ഛൻ ഇന്നതുപോലെ പനിയായിട്ടിരിക്കുകയാണല്ലോ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണല്ലോ.
അപ്പം അതുകൊണ്ട് അച്ഛൻ തടത്തിലച്ഛൻ്റെ കൂടെ മിക്കവാറും UAE ഒന്ന് വരേണ്ടി വരും. പിതാവിനോട് ഒരു അനുമതിയൊക്കെ ഒന്ന് ചോദിച്ചു വെക്കണം. അപ്പം ഞാനതിന് റിപ്ലൈ ചെയ്തപ്പോൾ സാഹചര്യം ഉടനെ എന്നെ ഫോൺ വിളിച്ചു. അപ്പോൾ അതിനുള്ള വരാൻ എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാഹചേട്ടാ, പിതാവ് ഒരു 4 ദിവസം ധ്യാനത്തിന് പോകുന്നുണ്ട്. അപ്പോൾ ആ പോകുമ്പോൾ ആദ്യം കൊണ്ടുപോയി വിടാനായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. മറ്റേ ഇടവകയിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അത് മറ്റേതെങ്കിലുമൊക്കെ അച്ഛന്മാരെ ഫലമേൽപ്പിക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് സാധിച്ചേട്ടനൊന്ന് പ്രോത്സാഹിപ്പിച്ചു. പിന്നെ പിതാവിനോട് ചോദിച്ചു. പിതാവ് ആദ്യം പറഞ്ഞു നമുക്ക് അവിടെ പോകണമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ പിതാവ് വെള്ളച്ചാലച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, പിതാവ് ഇന്നതുപോലെ അച്ഛനെ തടത്തിലച്ഛൻ്റെ കൂടി ഒന്ന് വിടുകയായിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പിതാവിനോട് പറഞ്ഞു, മോനെ ധൈര്യമായിട്ട് പൊക്കോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ബുധനാഴ്ചയിലേ വരുള്ളൂ, അതുവരെ ഫ്രീ ആണ്, കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പൊക്കോ, കുർബാനയ്ക്ക് ഒരു അച്ഛനെ അറേഞ്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് എനിക്ക് സമ്മതം തരികയുണ്ടായി. അപ്പം അങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നിവിടെ ആയിരിക്കുവാനായിട്ട് ഇടയായത്. അതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം തടത്തിലച്ഛൻ്റെ കൂടെ ഇവിടേക്ക് കടന്നു വരുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. സോയിൻ ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ തനിക്ക് ലഭിച്ച കൊച്ചന്മാരെയൊക്കെ ഒരുക്കി വാർത്തെടുത്ത് നന്നായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് പ്രാപ്തരാക്കുന്ന ഒരു നല്ല ഒരു വികാരിയച്ഛനാണ് തടത്തിലച്ഛൻ. നമ്മുടെയൊക്കെ കുറവുകളും പോരായ്മകളും ഒക്കെ തിരിച്ചറിഞ്ഞ് അതൊക്കെ മാറ്റിയെടുക്കുവാനായിട്ട് കൃത്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങളും കാര്യങ്ങളും തിരുത്തലുകളും ഒക്കെ നൽകി വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അച്ഛന് പ്രാപ്തരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ ഇവിടേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രവാസി അപ്പസ്തോലേറ്റ് UAEയുടെ 2ാമത്തെ കുടുംബ സംഗമത്തിൽ ആയിരിക്കുമ്പോൾ 2023 നിന്ന് 2024 എത്തി നിൽക്കുമ്പോൾ പാലാരൂപത PDMA UAE കുടുംബം ഒരുപാട് മുന്നോട്ട് പോയി എന്ന് എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയുവാനായിട്ട് സാധിക്കും. കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിട്ട് പാർട്ടിസിപ്പേഷനും അതുപോലെ തന്നെ സഹകരണവും ഒക്കെ ഈ ഒരു വർഷത്തെ ആ കൂട്ടായ്മയ്ക്കായിട്ടുള്ള ആദ്യ പ്രവർത്തനങ്ങളിലൊക്കെ കാണുവാനായിട്ട് സാധിച്ചു. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം അഭിനന്ദിക്കേണ്ടത് പ്രിയപ്പെട്ട സാജു ചേട്ടനെ തന്നെയാണ്. സാജു ചേട്ടൻ പൊതുവെ ശാന്തനായിട്ട്, വളരെയധികം ശാന്തനായിട്ട് കാണപ്പെടുന്നൊരു വ്യക്തിയാണ്. ആ ഹൃദയത്തിൻ്റെ ശാന്തത മുഴുവൻ ആവാഹിച്ചുകൊണ്ട് മറ്റെല്ലാവരെയും ഒത്തിരിയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, പ്രചോദിപ്പിച്ചുകൊണ്ട്, സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരുവാനായിട്ട് സാജു ചേട്ടൻ ഒരുപാട് യത്നിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പാർട്ടിസിപ്പേഷൻ ഒരുപാട് കൂടി. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലെ അംഗത്വം ഒരുപാട് കൂടി. ഓരോ ദിവസവും ആളുകൾ കൂടുതലായിട്ട് ആ ഗ്രൂപ്പിലേക്ക് കടന്നു വരുന്നത് നമുക്കൊക്കെ കാണുവാനായിട്ട് സാധിച്ചുള്ളൊരു കാര്യമാണ്. അപ്പം അതിന് പ്രത്യേകം ഈ അവസരത്തിൽ സാഹചര്യനെ അഭിനന്ദിക്കുക. നമുക്കൊരു നല്ലൊരു കയ്യടി സാഹചര്യന് കൊടുക്കാം. നല്ലൊരു നേതൃത്വ മികവോടുകൂടി, വളരെയധികം ശാന്തതയോടുകൂടി എല്ലാവരെയും കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാഹചര്യൻ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി സാഹചര്യനോട് കൂടെ നിന്ന് ഒരുപാട് ആളുകളുണ്ട്. ഇതിൻ്റെ മൊബിലൈസേഷൻ കമ്മിറ്റിയുടെ കാര്യം ഒന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. രാജേഷ് മാത്യു ചേട്ടനും സുനിൽ ചേട്ടനും ഒക്കെ ആ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് യത്നിച്ചവരാണ്. അപ്പം നിങ്ങൾ പലർക്കും തന്നെ പല നമ്പറുകളിൽ നിന്നും കോളുകൾ വന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ വരണം കേട്ടോ, വരാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിചിതരല്ലാത്ത പലരും നിങ്ങളെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കാം, വിളിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം നമ്മുടെയൊക്കെ നമ്പറുകൾ പലരുടെയും സേവ് ചെയ്തിപ്പെട്ടിട്ടില്ല. അപ്പം എനിക്കും ഇതുപോലെ തന്നെ പല നമ്പറുകളിൽ നിന്നും കോൾ വന്നപ്പോഴാണ് ഇതിൻ്റെ മൊബിലൈസേഷൻ കമ്മിറ്റി എത്ര ശക്തമായിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം അത്രമാത്രം എല്ലാവരെയും ഫോൺ വിളിക്കുവാനായിട്ട് വീണ്ടും നിങ്ങൾ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ക്ഷണിക്കാനായിട്ടും ഒക്കെ മൊബിലൈസേഷൻ കമ്മിറ്റി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അവരെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഫൈനാൻസ് കമ്മിറ്റി ബിന്നി ചേട്ടനുണ്ട്, സോയിൻ ചേട്ടനുണ്ട്, ബിൻസി ചേട്ടനുണ്ട്. അപ്പം അങ്ങനെ ഇവരൊക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിൽ, മത്സരങ്ങളിൽ പ്രിൻസി ചേട്ടനും അതുപോലെ തന്നെ ബോസ്കോ ചേട്ടനും ഒക്കെ വളരെ നന്നായിട്ട് ആ ഒരു കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ഏറ്റവും മനോഹരമായിട്ട് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ നമ്മുടെ പ്രിയപ്പെട്ട ബീച്ചേട്ടൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് തിരക്കുകളുള്ള ഒരു വ്യക്തിയാണ്. സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആ തിരക്കുകൾക്കിടയിലും ഈ ഒരു പ്രോഗ്രാം വളരെ മനോഹരമായിട്ട്, ഈ ഒരു കൂട്ടായ്മ, ഈ കുടുംബസംഗമം ഏറ്റവും മനോഹരമായിട്ട് നടത്തുവാനായിട്ട് അത്രമാത്രം എഫേർട്ട് ബീച്ചേട്ടൻ എടുത്തിട്ടുണ്ട്. ബീച്ചേട്ടനെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരോടൊക്കെ കൂടെ പ്രയത്നിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരുടെയൊക്കെ പേര് എടുത്തു പറയുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം ആ മുൻനിരയിൽ പ്രവർത്തിച്ച എല്ലാവരെയും, അല്ലെങ്കിൽ അവരോട് ചേർന്ന് പ്രവർത്തിച്ച എല്ലാവരെയും, കോർ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ജോർജ് കൂട്ടിയാനി ചേട്ടനുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി വളരെയധികം യത്നിക്കുന്നവർ. ഇവരെയൊക്കെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഡയറക്ടറേഴ്സിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ പാലാരൂപത പ്രവാസി കൂട്ടായ്മയിലേക്ക് നിങ്ങൾ ആരെയും നിർബന്ധിച്ച് പിടിച്ചു കെട്ടി കൊണ്ടുവരരുത്. ഇതിൻ്റെ ആ കൂട്ടായ്മയും സ്നേഹവും ഒക്കെ തിരിച്ചറിഞ്ഞ് ആ ഒരു ചൈതന്യത്തോടു കൂടി ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള നല്ലൊരു മനോഭാവത്തോടുകൂടി കടന്നു വരുന്ന എല്ലാവരെയും ചേർത്ത് വെക്കണം. അല്ലാതെ ആരെയും നിർബന്ധിച്ച് പിടിച്ചു കെട്ടി ഇതിലേക്ക് കൊണ്ടുവരേണ്ട ഒന്നല്ല ഈ ഒരു സ്നേഹ കൂട്ടായ്മയെന്ന്. ഇതൊരു സ്നേഹ കൂട്ടായ്മയാണ്. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ജോർജ് കുട്ടിയാനി ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പലരുമൊക്കെ അയൽക്കാരും പരിചയക്കാരും ഒക്കെ മുൻ പരിചയക്കാരൊക്കെയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചെന്ന് ചേട്ടൻ പറഞ്ഞു ഓർക്കുകയാണ്. അപ്പം ഇങ്ങനെ നമുക്ക് പരിചിതരായിട്ടുള്ള നാട്ടിലൊക്കെ അയൽവക്കക്കാരായിട്ടുള്ള നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ളവരെയൊക്കെ ഒന്ന് കണ്ടുമുട്ടുവാനും ആ സ്നേഹവും സൗഹൃദവും ഒക്കെ പങ്കുവെച്ച് പരസ്പരം താങ്ങായി തണലായി പ്രോത്സാഹനമായി മുന്നോട്ട് പോകാനായിട്ടും ഒക്കെ നമുക്ക് വലിയൊരു അവസരമൊരുക്കുന്ന ഒന്നാണ് ഈ ഒരു കൂട്ടായ്മയെന്ന് ആരും പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് കൂടുതൽ ശക്തമായിട്ട് ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇപ്പം നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ചൈതന്യം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒന്നാണ്. ഇപ്പം തടത്തിലച്ഛൻ പറഞ്ഞു, നമ്മുടെ ഈ പ്രവാസി കൂട്ടായ്മകൾ, അത് ചനാശ്ശേരിയുടെ ആണെങ്കിലും പാലായുടെ ആണെങ്കിലും കാഞ്ഞിരപ്പള്ളിയുടെ ആണെങ്കിലും താമരശ്ശേരിയുടെ ആണെങ്കിലും ഇതൊക്കെ ഒരു വിഭാഗീയത സൃഷ്ടിക്കുന്ന ഒന്നല്ല. പിന്നെയോ സഭാഗാത്രത്തെ കൂടുതൽ തീവ്രമായി തീഷ്ണമായി പടുത്തുയർത്തുവാൻ പര്യാപ്തമായ ഒന്നാണ് ഈ കൂട്ടായ്മകൾ ഓരോന്നുമെന്ന്. അത് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പാലാരൂപതയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സീറോ മലബാർ സിനഡ് ഏതൊരു തീരുമാനം എടുത്താലും ആ തീരുമാനം ഏറ്റവും ആദ്യം നടപ്പിലാക്കുന്നത് പാലാരൂപതയിലാണ്. സീറോ മലബാർ സിനഡ് ഏതൊരു കാര്യം നടപ്പിലാക്കാനായിട്ട് പിതാക്കന്മാരോട് ആവശ്യപ്പെട്ടാലും പല രൂപതകളിലും നടപ്പാക്കാതെ പോകുന്നുണ്ട്. എന്നാൽ സീറോ മലബാർ സിനഡ് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കുവാനായിട്ട് ആവശ്യപ്പെടുന്ന ഏതൊരു തീരുമാനവും കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന രൂപതയാണ് പാലാരൂപത. അത് പിതാവ് കൃത്യമായിട്ട് പിതാക്കന്മാരനുസരിക്കും സിനഡിനെ, അതുപോലെ തന്നെ പിതാക്കന്മാരെ വൈദികരനുസരിക്കും, അതുപോലെ തന്നെ അവർ വഴി പിതാക്കന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന വിശ്വാസി സമൂഹമാണ് പാലാരൂപതയിലുള്ളത്. അപ്പം ആ ഒരു ചൈതന്യം നമുക്കുള്ളത് നമ്മുടെ കുടുംബങ്ങളിൽ വലിയൊരു സ്നേഹ ചൈതന്യവും കൂട്ടായ്മയും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെയും നമ്മുടെ ഫാമിലി സോങ് മത്സരത്തിൻ്റെ കാര്യങ്ങൾ ജഡ്ജ് ചെയ്യുന്ന അവസരത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു മത്സരത്തേക്കാൾ ഉപരിയായിട്ട് ആ കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് പാടുവാനായിട്ട് ഈ ഒരു അവസരത്തെ അവർ വിനിയോഗിച്ചു എന്നുള്ളതാണ്. അപ്പം എന്നോട് ഇങ്ങനെ മാർക്കറ്റ് എൻ്റെ ഇടവകയിൽ കൊയറിലെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എന്നെ പോലെ ഒന്ന് രണ്ട് കുടുംബങ്ങളിലൊക്കെ അവർ നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷേ കുഞ്ഞുങ്ങളുടെയൊക്കെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറിപ്പോകുന്നത് കൊണ്ട് എന്നാ ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി അതൊന്നും നോക്കണ്ട, കാരണം അവരതിനേക്കാൾ ഉപരിയായിട്ട് മത്സരത്തേക്കാൾ ഉപരിയായിട്ട് കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒക്കെ ഒന്ന് ചേർന്ന് പങ്കെടുത്തുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ആ സ്നേഹവും കൂട്ടായ്മയും ഒക്കെ വെളിവാക്കുന്നതായിട്ടാണ് ആ മത്സരം ജഡ്ജ് ചെയ്തപ്പോൾ അവർക്ക് തോന്നിയത് പോലെ തന്നെ അത് കണ്ടപ്പോൾ എനിക്കും തോന്നിയത്. അപ്പം അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ ഈ കൂട്ടായ്മ വളർന്നു വരണം. കുടുംബങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന കൂട്ടായ്മ നമ്മുടെയൊക്കെ ആ ഒരു രൂപത തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആയിരിക്കുന്ന ഇടവക സമൂഹത്തിൽ നമ്മൾ ആ കൂട്ടായ്മ വളർന്നു വരണം. അപ്പം അങ്ങനെ ആ ഒരു കൂട്ടായ്മകളാണ് നമ്മുടെ ഇടവകയും രൂപതയും നമ്മുടെ സഭാഗാത്രത്തെയും ഒക്കെ ശക്തിപ്പെടുത്തുവാനായിട്ട് ഇടയാകുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ലിസി ചേച്ചി, അച്ഛൻ പറഞ്ഞു, ഒരുപാട് അധ്വാനങ്ങൾ ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം ചേച്ചി ഞങ്ങളുടെ കോർ ടീമിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ അനുഭവം പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി.
കാരണം അത്രമാത്രം നമ്മുടെ ഈ ഒരു സഭയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ സഭാ സമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്രൈസ്തവ ചൈതന്യമൊക്കെ മീഡിയയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചേച്ചി നടത്തിയ അധ്വാനത്തിനിടയിൽ ചേച്ചിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും യാതനകളും ഒക്കെ പറഞ്ഞു വെച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, അച്ഛാ ഞങ്ങളോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള സഹനങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായപ്പോഴും പിടിച്ചു നിൽക്കാൻ കരുത്ത് കിട്ടിയത് ആ സഭാ സമൂഹം, പിതാക്കന്മാരും വൈദികരും, അതുപോലെ തന്നെ ഈ പ്രവാസി കൂട്ടായ്മ എന്ന് വേണ്ട നാട്ടിലെയൊക്കെ ഇടവക സമൂഹങ്ങളിലുള്ള ആളുകളൊക്കെ എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ്. ഒരുപാട് പ്രതിസന്ധി ഓരോ കാര്യത്തിന് വേണ്ടി ചെന്നപ്പോൾ എനിക്ക് നേരിടേണ്ടി വന്നു. അപ്പോഴൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് ശക്തി ലഭിച്ചത് ഓരോ ആളുകളും. അപ്പം അത് പിന്നീട് ഈ മത്സരമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കാനായിട്ട് പ്രിൻസിയേട്ടനെ ഇടയ്ക്ക് അത് വാല്യുവേഷൻ നടത്തുന്ന സമയത്ത് വിളിച്ചപ്പോൾ പ്രിൻസിയേട്ടൻ പറഞ്ഞു, അച്ഛാ ഞാനിപ്പോൾ തിയേറ്ററിലാണ്, ആളുകളുമായിട്ട് സിനിമ കാണുവാനായിട്ട് തിയേറ്ററിലാണ്. അപ്പം അങ്ങനെ എല്ലാവരും തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ആ ഒരു ചേച്ചിയുടെ ഉദ്യമം വിജയിപ്പിക്കാനായിട്ടൊക്കെ, അത് പല രൂപതയെന്നല്ല, നമ്മുടെ സീറോ മലബാർ സഭയിൽ ഓരോ വ്യക്തിയും അതിനായിട്ട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉദ്യമം ഇനി കൂടുതൽ നന്നായിട്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെയൊക്കെ പിന്തുണകൾ ചേച്ചിക്ക് വേണം. അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോവുക. അപ്പം അങ്ങനെ നമ്മുടെ ഈ കൂട്ടായ്മയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനായിട്ട്, പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട്, നന്നായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. നമ്മൾ കുറവുകളും പോരായ്മകളും ഒക്കെ ഉള്ളവരാണ് നമ്മളെല്ലാവരും. അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരുടേതായ കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഇല്ലാത്തവരായിട്ട് ആരുമില്ല. പരസ്പരം സ്നേഹിക്കുവാനായിട്ടും പരസ്പരം കരുതുവാനായിട്ടും പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാനായിട്ടും ഒക്കെ മുന്നിട്ട് നിന്നുകൊണ്ട് കൂടുതൽ ശക്തിയോടുകൂടി, കൂടുതൽ ഓജസ്സോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ ഈ ചേട്ടന്മാരൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ സോയിൻ ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചേച്ചിയൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഒരുക്കി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ദിവസങ്ങളിലൊക്കെ ഇന്നലെയൊക്കെ എല്ലായിടത്തും കൊണ്ടുപോവുകയും കാണിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ബോസ്കോ ചേട്ടനും ഇവരൊക്കെ മൊമെൻറ്റോയ്ക്ക് വേണ്ടിയൊക്കെ ജോർജ് ചേട്ടനും ഒക്കെ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവരുടെ എല്ലാവരുടെ അധ്വാനങ്ങളെ പ്രത്യേകം വിലമതിക്കുകയാണ്. ഇതിന് പറയാതെ പോയിട്ടുള്ള പല ആളുകളും ഉണ്ടായിരിക്കാം. ആരുടെയെങ്കിലും ഒക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സഹകരണവുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വയലിൻ വായിച്ച കുട്ടിയുണ്ട്, ആങ്കറിങ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഇനി കലാപരിപാടികളായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ ഡാൻസിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടൊക്കെ സമയം ചെലവഴിച്ച കുഞ്ഞുങ്ങളുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കൂടുതൽ നന്നായിട്ട് മുന്നോട്ട് പോകുവാൻ നമ്മുടെ ഈ കൂട്ടായ്മ വളർത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രവാസി അപ്പസ്തോലനേറ്റ് പല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ടോപ്പ് ട്രെയിനിങ് ആൻഡ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് നമ്മുടെ സിവിൽ സർവീസിനോടുള്ള ആഭിമുഖ്യങ്ങൾ, അതുപോലെ വിശ്വാസ തീഷ്ണതയും മറ്റ് ചൈതന്യവും ഒക്കെ കൂടുതലായിട്ട് ജനിപ്പിക്കുവാനായിട്ട് നമ്മുടെ ഡയറക്ടറേറ്റിൻ്റെ മനസ്സിൽ വിരിഞ്ഞ ഒരു ആശയമായിരുന്നു ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ CV പോൾ സാറിൻ്റെ ആ നേതൃത്വത്തിൽ ആ ടോപ്പിനെ വളർത്തി വലുതാക്കി വളരെ ഭംഗിയായിട്ട് നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുവാനായിട്ട്, കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ അത് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതലായിട്ട് കുട്ടികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അതിലേക്ക് പങ്കെടുപ്പിക്കുവാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അപ്പം അതുപോലെ തന്നെ നമ്മൾ എലഞ്ഞി ഫൊറോണയിൽ പാലിയേറ്റീവ് കെയർ നടക്കുന്നുണ്ട്. അതുപോലെ നോർക്കയുടെ സേവനങ്ങളൊക്കെ നമ്മൾ ഓഫീസിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ കൊണ്ട് പരമാവധി പറ്റുന്നത് പോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് നിങ്ങളുടെയൊക്കെ സ്നേഹത്താലും സഹകരണത്താലും ഒക്കെ ചെയ്തു പോകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവസാനമായിട്ട് ഒരിക്കൽ കൂടി ഇവിടെ ആയിരിക്കുവാനായിട്ട് ഇടയായതിന് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമൊക്കെ അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. പ്രത്യേകം നന്ദി. ഒരിക്കൽ കൂടി ഇതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട സാജു ചേട്ടനെയും മറ്റ് കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു.